الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه أجمعين أما بعد. സൂറത്തുൽ ഫജ്റാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഈ സൂറത്തിലെ 18 ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കി. അവസാനമായി നമ്മൾ വായിച്ച ആയത്തുകളിൽ അല്ലാഹു തആല മനുഷ്യൻ്റെ ഒരു സ്വഭാവത്തെക്കുറിച്ചാണ് പറയുന്നത്. അല്ലാഹു തആല അവന് സമ്പത്ത് നൽകിയാൽ റബ്ബി അക്രമൻ, ഇത് അള്ളാഹു എന്നെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, ആദരിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് എന്ന് മനുഷ്യൻ വിചാരിക്കും. അതുപോലെ തന്നെ സമ്പത്തുള്ള ആളുകളെ പറ്റിയൊക്കെ അവരെയൊക്കെ അള്ളാഹു ഇഷ്ടപ്പെട്ടതാണ് എന്നവൻ വിചാരിക്കും. അതുപോലെ ദാരിദ്ര്യം വന്നാൽ റബ്ബി അഹാനൻ, റബ്ബ് എന്നെ അകറ്റിയിരിക്കുന്നു, വെറുത്തിരിക്കുന്നു എന്ന് പറയും. അതുപോലെ മറ്റുള്ള ദരിദ്രന്മാരെക്കുറിച്ച് അവരൊക്കെ അള്ളാഹുവിന് വേണ്ടാത്തവരാണ് എന്ന് വിചാരിക്കും. അഥവാ സമ്പത്തും ദാരിദ്ര്യവും ഭൗതികമായ അനുഗ്രഹങ്ങൾ അത് അള്ളാഹു ഒരാളെ ഒരടിമയെ ഇഷ്ടപ്പെടുന്നതിൻ്റെയും വെറുക്കുന്നതിൻ്റെയും അടയാളമായി മനുഷ്യൻ വിചാരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇനി അത് കഴിഞ്ഞ് അടുത്ത ആയത്തുകളിൽ, തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് എന്താണ്? കല്ല. കല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഒരു വാദം ഉദ്ധരിച്ചിട്ട് എടുത്തു പറഞ്ഞിട്ട് അത് തെറ്റാണ് എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്, ഹർഫാണ്. നിങ്ങൾ പറയുന്നത് പോലെയല്ല കാര്യം. ഹർഫു ഇബ്താൽ, പറഞ്ഞ വാദം തെറ്റാണ്, ബാത്തിലാണ് എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഹർഫാണ്. അത് കഴിഞ്ഞിട്ട് എന്തുണ്ടാവും? അതിന് മുമ്പ് പറഞ്ഞ വാദത്തിനുള്ള മറുപടി ഉണ്ടാകും. മുമ്പ് പറഞ്ഞത് ബാത്തിലാണെങ്കിൽ പിന്നെ ഹക്ക് എന്താണ് എന്ന് പറയും ഈ കല്ല എന്നതിന് ശേഷം. പിന്നീട് അല്ലാഹു തആല വിശദീകരിക്കുകയാണ്, കല്ല ബൽ ലാ തുക്രിമൂനൽ യതീം, നിങ്ങൾ യതീമിനെ ആദരിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു, സമ്പത്തും ദാരിദ്ര്യവുമല്ല അള്ളാഹുവിൻ്റെ ആദരവിൻ്റെയും നിന്ദിക്കുന്നതിൻ്റെയും അടിസ്ഥാനം എന്നാണ് മുമ്പത്തെ ആയത്തുകൾ പറയുന്നതിൻ്റെ ഉദ്ദേശം. അപ്പോൾ പിന്നെ കല്ല എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? തഖ്വയാണ് അള്ളാഹു ഒരാളെ ആദരിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനം. പക്ഷെ അതല്ല ഇവിടെ പറയുന്നത്, നിങ്ങൾ യതീമിനെ ആദരിക്കുന്നില്ല എന്നാണ്. അതെന്തുകൊണ്ടാണ് എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ്? തഖ്വ എന്താണ് എന്ന് പ്രായോഗികമായി വിശദീകരിക്കുകയാണ്. തഖ്വയുടെ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു തരികയാണ്. അതിന് മുമ്പ് ഒരു ചോദ്യം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ആയത്തുകളിൽ ഈ അവസാനത്തെ ആയത്തിൽ പറയുന്ന കാര്യം ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് പറയുന്ന ഒരു ആശയവുമായിട്ടൊരു വൈരുദ്ധ്യം തോന്നാൻ സാധ്യതയുണ്ട്. ഇത് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. അതായത് ഖുർആനിൽ കാണുന്ന ഏതൊരായത്തും അതുമായിട്ട് മറ്റേതെങ്കിലും ഒരു ആയത്തിന് തആറുദ്, ഒരു വൈരുദ്ധ്യമുണ്ടോ? വൈരുദ്ധ്യം ഉണ്ടാവില്ല ഒരിക്കലും, പക്ഷേ ലാഹിറിൽ വൈരുദ്ധ്യം തോന്നാം. അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് ഖുർആനിലുള്ള വിശ്വാസം, യഖീൻ വർദ്ധിക്കും. കാരണം ആ വൈരുദ്ധ്യം എന്ന് തോന്നുന്ന കാര്യത്തിലൊരു മറുപടി ഉണ്ടാകും, വിശദീകരണം ഉണ്ടാകും. ഇങ്ങനെ തോന്നുന്ന ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് ഒരു കിതാബ് എഴുതിയിട്ടുണ്ട് ഷെയ്ഖ് അമീൻ മുഹമ്മദ് അൽ അമീൻ ഷഖൈത്തി റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിൻ്റെ ഒരു കിതാബുണ്ട്, ദർഉ തആറുദ്, ദഫ്ഉ ഈഹാമിൽ ഇദ്തിറാബ് അൻ ആയിൽ കിതാബ്, ദഫ്ഉ ഈഹാമിൽ ഇദ്തിറാബ് അൻ ആയിൽ കിതാബ്. അതിൽ അദ്ദേഹം പറയുന്നത് ഫാത്തിഹ മുതൽ നാസ് വരെ ഓരോ സൂറത്തിലും ഇങ്ങനെ പരസ്പര വൈരുദ്ധ്യം തോന്നാൻ സാധ്യതയുള്ള ആയത്തുകൾ, അതിൻ്റെ വിശദീകരണം. ഒന്നാമത് ബഖറ മുതൽ, ഫാത്തിഹയിലൊന്നുമില്ല, ബഖറയിൽ ദാലിക്കൽ കിതാബ്. ദാലിക്കൽ കിതാബ് എന്ന് പറഞ്ഞാൽ ആ കിതാബ് എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ഉദ്ദേശം ഖുർആനാണെന്നാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. അതാണ് ശരി. പക്ഷേ ചില നസ്രാണികൾ അതിലൊരു സംശയം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ കിതാബ് എന്ന് പറയുമ്പോൾ ഖുർആനല്ല, കാരണം ഖുർആനാണല്ലോ പറയുന്നത് ആ കിതാബിന്. അപ്പോൾ അത് ഇഞ്ചീലിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിന് മറുപടി അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. കാരണം അതിൽ പല കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണം അറബി ഭാഷയിൽ ബഹുമാനിക്കാൻ വേണ്ടിയിട്ട് ഇസ്മ ഇഷാറ ലിൽ ബഈദ്, അത് എന്ന് പറയും. അടുത്തുള്ള ആളാണെങ്കിലും ബഹുമാനം കാരണം അതിൻ്റെ സ്ഥാനം വളരെ മുകളിലാണ് എന്ന ഉദ്ദേശം. ഇങ്ങനെ ഖുർആനിൽ വൈരുദ്ധ്യം അല്ലെങ്കിൽ തെറ്റ് ആയിട്ട് തോന്നാവുന്ന കാര്യങ്ങൾ, ഒരു ഇഷ്കാൽ തോന്നുന്ന കാര്യങ്ങൾ, ആ ഇഷ്കാൽ പരിഹരിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ സംശയം വേണമെങ്കിൽ തോന്നാം. എന്താണ്? അല്ലാഹു തആല അനുഗ്രഹം ചെയ്താൽ റബ്ബി അക്രമൻ, അള്ളാഹു എന്നെ ആദരിച്ചിരിക്കുന്നു എന്ന് മനുഷ്യൻ പറയുന്നതാണ്. അങ്ങനെ പറയുന്നത് തെറ്റാണോ? അങ്ങനെ വേറെ സൂറത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എടുത്ത് പറയാൻ. അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം നീ എടുത്ത് പറഞ്ഞുകൊള്ളുക. അപ്പം അതിനെതിരല്ലേ ഈ ആയത്ത്?
അതിനെതിരല്ല. എന്തുകൊണ്ട്? ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം, അള്ളാഹു താല ഇവിടെ ആക്ഷേപിച്ചിട്ടുള്ള കാര്യം എന്താണ്? അള്ളാഹു അനുഗ്രഹം ചെയ്തു എന്ന് പറയുന്നതിനല്ല. അള്ളാഹു എനിക്ക് സമ്പത്ത് തന്നു, അള്ളാഹു എനിക്ക് മക്കളെ തന്നു, അള്ളാഹു എനിക്ക് ആരോഗ്യം തന്നു, ഇതൊക്കെ നമുക്ക് എടുത്ത് പറയാം. ഫഹറില്ലാതെ, അഹങ്കാരമില്ലാതെ, പൊങ്ങച്ചമില്ലാതെ അള്ളാഹുലേക്ക് ചേർത്തി പറഞ്ഞുകൊണ്ട് റബ്ബാണ് എനിക്കിതൊക്കെ തന്നത് എന്ന് പറയാം. പക്ഷേ ഇത് അള്ളാഹു എന്നെ ഇഷ്ടപ്പെട്ടതാണ് എന്ന് പറയാൻ പാടില്ല. അള്ളാഹു എന്നെ ഇഷ്ടപ്പെട്ടതിൻ്റെ തെളിവാണ് എന്ന് പറയാൻ പാടില്ല. അതാണ് ഇവിടെ വിമർശിച്ചിട്ടുള്ളത്, ആക്ഷേപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അക്രമ എന്നുള്ള വാക്ക് രണ്ട് സ്ഥലത്ത് ഉപയോഗിച്ചു. അക്രമഹു വന അമഹു. അതും വേണമെങ്കിൽ സംശയം തോന്നാം. അള്ളാഹു ഒരാളെ ആദരിച്ചു, എന്നിട്ട് അവൻ പറയുന്നു റബ്ബി അക്രമൻ എന്ന് പറയുന്നു. അക്രമഹു വന അമഹു, അള്ളാഹു ഒരാളെ ആദരിക്കുകയും സുഖിപ്പിക്കുകയും ചെയ്തു. ഫയഖൂലു റബ്ബി അക്രമൻ, അവൻ പറയുന്നു റബ്ബെന്നെ ആദരിച്ചിരിക്കുന്നു. അപ്പോൾ എന്താ പ്രശ്നം? ആദരിച്ചതിനെ പറ്റി തന്നെയല്ലേ അവൻ പറയുന്നത്, ഉള്ളതല്ലേ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഈ രണ്ട് അക്രമയും തമ്മിൽ വ്യത്യാസമുണ്ട്. അറബിയിൽ അക്രമ എന്നുള്ള വാക്ക് രണ്ട് തരത്തിൽ ഉപയോഗിക്കും. ഒന്ന്, ഒരാൾക്ക് എന്തെങ്കിലും കൊടുത്തു, ഇക്റാം ഉദ്ദൈഫ്, അതിഥിയെ സൽക്കരിക്കുക എന്നാണ് അവിടെ എൻ്റെ ശരിയായ അർത്ഥം. ആ ലൈഫ് അതിഥി ചിലപ്പോൾ നമ്മൾ ഒരു നിലക്ക് ഇഷ്ടപ്പെടാത്ത ആളായിരിക്കും, ചിലപ്പോൾ ഒരു അവിശ്വാസിയായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ശത്രുവായിരിക്കും. എന്നാലും അതിഥിയാണെങ്കിൽ സൽക്കരിച്ചോളണം. മൻഖാൻ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യുക്രിം ജാറഹു, അയൽവാസിയെ ഇക്റാം ചെയ്തു കൊള്ളട്ടെ. അവിടെ ഇക്റാം എന്താണ്? അവന് കൊടുക്കുക, അവൻ്റെ ഹക്കുകൾ കൊടുക്കുക, അതുപോലെ തന്നെ അവനെ സഹായിക്കുക. പക്ഷെ ഒരിക്കലും നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരാളായിരിക്കാം ചിലപ്പോൾ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടു എന്നുള്ള അർത്ഥത്തിലും അക്രമ എന്നുള്ള വാക്ക് ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞത് അള്ളാഹു അവന് കൊടുത്തു എന്നുള്ള അർത്ഥത്തിലാണ്. അതിനൊരു സൂചന അവിടെ അടുത്ത് തന്നെ ഉണ്ട്. അക്രമഹു വനഅമഹു, സുഖിപ്പിച്ചു. നഅമ എന്നുള്ള വാക്കുണ്ട്. അപ്പോൾ അതിന് മനസ്സിലാക്കാം, ഇവിടെ തൊട്ടുമുമ്പ് പറഞ്ഞ ഇക്റാം എന്താണ്? സുഖങ്ങൾ കൊടുത്തു എന്നുള്ളത് മാത്രമാണ്. രണ്ടാമത് ഇവൻ പറയുന്ന അക്രമൻ എന്ന് പറയുന്നതോ, എന്നെ ആദരിച്ചിരിക്കുന്നു എന്ന് പറയുന്നതോ, അത് അവൻ അള്ളാഹു ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇക്റാം എന്നത് തഖ്വയുള്ളവർക്ക് മാത്രമാണ്. ശരി, ഇനി അടുത്ത ആയത്തുകളിൽ തഖ്വ എന്താണെന്ന് വിശദീകരിക്കാൻ. കല്ല, ഇങ്ങനെ എല്ലാ കാര്യം നിങ്ങൾ പറഞ്ഞതുപോലെ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യം. ബല്ല തുക്രിമൂനൽ യതീം, നിങ്ങൾ യതീമിനെ ആദരിക്കുന്നില്ല, യതീമിനെ സഹായിക്കുന്നില്ല, ആദരിക്കുന്നില്ല. അപ്പോൾ യതീമിനെ സഹായിക്കലും യതീമിനെ നന്മ ചെയ്യലും അത് തഖ്വയിൽപ്പെട്ടതാണ്. അതാണ് അള്ളാഹു നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അടയാളം. ഒരാൾ യതീമിന് വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്നു, അവനെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു. അത് അള്ളാഹു അവന് കൊടുത്ത ഇക്റാമാണ്. നമ്മൾ പറഞ്ഞു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ വാക്ക്, ഇന്ന അല്ലാഹ യുഅ്തി ദുനിയ ലിമൻ യുഹിബ്ബു വമൻ ലാ യുഹിബ്ബു വലാ യുഅ്തി അദ്ദീൻ ഇല്ലാ മൻ യുഹിബ്ബു. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവർക്കല്ലാതെ ദീൻ നൽകുകയില്ല. അപ്പോൾ ദീനിൽപ്പെട്ടതാണ് ഇക്റാമുൽ യതീം, യതീമിനെ സഹായിക്കുക എന്നുള്ളത്. അപ്പോൾ ഖുർആനിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് യതീമിൻ്റെ ഹക്ക്, പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വബിൽ വാലിദൈനി ഇഹ്സാന വബിദിൽ ഖുർബ വൽ യതാമ, മാതാപിതാക്കളോട് നന്മ ചെയ്യുക, യതീമിനോട് നന്മ ചെയ്യുക, കുടുംബക്കാരുടെ അടുത്ത ബന്ധുക്കളോട് നന്മ ചെയ്യുക. വലാ തഖറബു മാലൽ യതീം ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ ഫക്കു റഖബ വമാ അദ്റാക ഫക്കു റഖബ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ യതീമൻ ദാ മഖറബ, അടുത്ത ബന്ധമുള്ള യതീമിന് ഭക്ഷണം നൽകുക. ഇതുപോലെ നിരവധി ആയത്തുകളിൽ വഅമ്മൽ യതീമ ഫലാ തൻഹർ, യതീമിനെ നിങ്ങൾ അകറ്റരുത് എന്നൊക്കെ ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞത് കാണാം. കാരണം എന്താണ്? യതീം എന്ന് പറയുന്നത് ദുർബലനാണ്. യതീം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് പിതാവിൽ നഷ്ടപ്പെട്ടവനാണ് യതീം എന്ന് പറയുക അറബിയിൽ. പ്രായപൂർത്തിയായാൽ പിന്നെ യതീമല്ല. അപ്പോൾ വളരെ ദുർബലമായ അവസ്ഥയാണ് യതീം എന്ന് പറയുന്നത്. സമ്പത്തുണ്ടാവാൻ സാധ്യത കുറവാണ്. അതുപോലെ തന്നെ സമ്പത്തിനേക്കാൾ പ്രധാനപ്പെട്ട സംരക്ഷണം നഷ്ടപ്പെട്ട ആളാണ്, അമ്ന് നഷ്ടപ്പെട്ട ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള യതീമിൻ്റെ അവകാശം കൊടുക്കുക എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് അപഹരിക്കുക എന്ന് പറയുന്നത് വളരെ മോശമായ കാര്യവുമാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ ഈ കാര്യം ആവർത്തിച്ച് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനം മരണാസന്നനായ സമയത്ത് എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇന്നി ഉഹർരിജു ഹഖ്ഖ ദഈഫൈൻ, രണ്ട് ദുർബലരുടെ കാര്യം ഞാൻ വിട്ടുതരികയില്ല. അൽമർഅത വൽ യതീം, സ്ത്രീകളുടെ കാര്യവും അതുപോലെ യതീമിൻ്റെ കാര്യവും. അപ്പോൾ യതീം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുപോലെ തന്നെ അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ പല ആവർത്തി എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ് യതീമിൻ്റെ ഹക്ക്. യതീമിനെ സഹാബത്ത് അങ്ങനെയായിരുന്നു കണ്ടിരുന്നത് ഖുർആനിൽ ഈ പറഞ്ഞ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ.
ജാഹിലിയ കാലത്ത് അവരങ്ങേയറ്റം മോശമായി പെരുമാറിയിരുന്നൊരു വിഭാഗമാണ് യത്തീം. ഒരാൾ മരിച്ചാൽ ആ മരിച്ചവൻ്റെ സമ്പത്ത് അവൻ്റെ കുടുംബത്തിൽ കയ്യൂക്കുള്ളവരെ കൂടി എടുക്കും. അവൻ്റെ മക്കൾ, അനാഥരായ മക്കളുണ്ടെങ്കിൽ അവർക്കൊന്നുമില്ല. അങ്ങനെയായിരുന്നു. അത്തരം സാഹചര്യത്തിലാണ് ഈ ആയത്തുകൾ ഇറങ്ങുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു? സ്വഹാബത്തിൻ്റെ ഇടയിലുണ്ടായ മാറ്റം, ഖുർആനിൽ ഓരോ ആയത്തും ഇറങ്ങുമ്പോൾ സ്വഹാബത്ത് എങ്ങനെയായിരുന്നു ഉൾക്കൊണ്ടിരുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. എത്രത്തോളം അവർ സൂക്ഷിച്ചു എന്ന് വെച്ചാൽ വലാ തഖറബു മാലൽ യതീം ഇല്ലാ ബില്ലത്തി ഹി അഹ്സൻ എന്നുള്ള ആയത്തിറങ്ങി. നിങ്ങൾ യതീമിൻ്റെ സമ്പത്ത് നല്ല രീതിയിലല്ലാതെ കൈകാര്യം ചെയ്യരുത്. എന്താണ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ? നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മളെ ഒരു വീട്ടിൽ നമ്മുടെ സഹോദരൻ അല്ലെങ്കിൽ കുടുംബത്തിലൊരാൾ മരിച്ച് യതീമായ മക്കളുണ്ടെങ്കിൽ അവരുടെ സമ്പത്ത് നമ്മളാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ നമുക്കത് ചിലവഴിക്കാം. ബില്ലത്തി ഹി അഹ്സൻ, നല്ല രീതിയിൽ. നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ആ പണം വെറുതെ പാഴായി പോകേണ്ടതില്ല, അത് വെറുതെ കിടക്കേണ്ടതില്ല. അതുകൊണ്ട് വേണമെങ്കിൽ കച്ചവടം ചെയ്യാം. പക്ഷേ കച്ചവടം ചെയ്യുമ്പോൾ ആ യത്തീമിൻ്റെ മസ്ലഹത്തിന് വേണ്ടിയായിരിക്കണം കച്ചവടം ചെയ്യുന്നത്. ലാഭം പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഒരാൾ യത്തീമിൻ്റെ സമ്പത്ത് സൂക്ഷിക്കുന്ന ആളാണ്. നമ്മളെ ജ്യേഷ്ഠൻ മരിച്ചിട്ടുണ്ട്, അതിന് മകൻ നമ്മളെ കൂടെയാണ്, കുറേ സമ്പത്തുണ്ട്. അപ്പോൾ ഒരു കച്ചവടം ചെയ്യാനുള്ള അവസരം കിട്ടി. അത് 50-50 ചാൻസാണ്. ചിലപ്പോൾ വിജയിക്കും, ചിലപ്പോൾ പരാജയപ്പെടും. നമ്മളെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കാം, ഈ യത്തീമിൻ്റെ പൈസ ഉണ്ടോന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പോയാൽ അവന് പോയി, നമ്മളെ പൈസ അവിടെ എടുത്ത് വെച്ചിട്ട് അങ്ങനെയല്ല, മറിച്ച് ലാഭം കൂടുതൽ പ്രതീക്ഷയുള്ള രൂപത്തിലായിരിക്കണം ചിലവഴിക്കുന്നത്. അതുപോലെ തന്നെ ഈ സംരക്ഷിക്കുന്ന ആൾ ദരിദ്രനാണെങ്കിൽ അവൻ അതിൽ നിന്ന് എടുക്കാം. നമ്മളൊരു യത്തീമിനെ നോക്കുന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ആ യത്തീമിൻ്റെ സമ്പത്ത്, അവൻ്റെ ഒപ്പം വിട്ടുപോയ സമ്പത്തുണ്ടെങ്കിൽ അതിൽ നമുക്ക് എടുക്കാം. വമൻ കാന ഫഖീറൻ ഫല്യഅകുൽ ബിൽ മഅറൂഫ്, ദരിദ്രനാണ് യത്തീമിനെ നോക്കുന്നതെങ്കിൽ അവൻ മാന്യമായി അതിൽ നിന്ന് എടുത്തുകൊള്ളട്ടെ, അത്യാവശ്യത്തിന് വേണ്ടത് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ട്. അപ്പോൾ ഈ ആയത്തുകളൊക്കെ ഇറങ്ങിയപ്പോൾ സഹാബത്ത് അങ്ങേയറ്റം പേടിച്ചു. അവരെന്ത് ചെയ്തു? അവർ വീട്ടിൽ സ്വന്തം അനിയൻ്റെയോ ജ്യേഷ്ഠൻ്റെയോ മകനൊരു യത്തീമായിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ സഹാബത്തിൻ്റെ കാലത്ത് ധാരാളമായിട്ട് അവർ 2-3 വിവാഹം കഴിക്കുമായിരുന്നു. അപ്പോൾ ഈ ഭാര്യമാരുടെയൊക്കെ മക്കളുണ്ടാവും യത്തീമായിട്ട്. അപ്പോൾ ഇവരുടെയൊക്കെ സമ്പത്ത് അവരെന്ത് ചെയ്യും? വീട്ടിൽ 2 അടുപ്പുണ്ടാക്കും. ഒരാൾക്ക് അയാളെ ഭാര്യയുടേതായ മക്കൾ വേറെ ഉണ്ടെങ്കിൽ അവർക്ക് വേറെ ഒരു അടുപ്പുണ്ടാക്കും. എന്തിന്? അവരുടെ സമ്പത്ത് നമ്മളതിലേക്ക് കലരാതിരിക്കാൻ വേണ്ടി. അത്രയും അവർ സൂക്ഷിച്ചിരുന്നു. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ ഒരായത്ത് ഇറക്കിയത്. ആയത്ത് യസ്അലൂനക അനിൽ യതാമ ഖുൽ ഇസ്ലാഹു ലഹും ഖൈർ വഇൻ തുഖാലിതൂഹും ഫഇഖ്വാനുക്കും, നിങ്ങൾ അവരുമായി ഇടകലർന്ന് ജീവിക്കുകയാണെങ്കിൽ, ഒരേ വീട്ടിലൊക്കെ ജീവിക്കുകയാണെങ്കിൽ ഫഇഖ്വാനുക്കും, നിങ്ങളുടെ സഹോദരന്മാരാണ്. അതുകൊണ്ട് ഒരേ അടുപ്പിൽ നിന്ന് തന്നെ ഉണ്ടാക്കി ഒരേ പാത്രത്തിൽ നിന്ന് കഴിക്കാം, സഹോദരന്മാരെ പോലെ പെരുമാറാം. വല്ലാഹു യഅലമുൽ മുഫ്സിദ മിനൽ മുസ്ലിഹ്. അപ്പോൾ ഒരുമിച്ച് കഴിക്കുമ്പോൾ അവരുടെ പണം അത് പോക്കറ്റിലാക്കാൻ ഉദ്ദേശിച്ച് ആരാണ് ഒരേ അടുപ്പിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത്, ആരാണ് പ്രയാസമില്ലാതിരിക്കാൻ വേണ്ടി, സൗകര്യത്തിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ അള്ളാഹുവിനറിയാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി. അപ്പോൾ അത്രത്തോളം സഹാബത്ത് സൂക്ഷിച്ചിരുന്നു ഇക്കാര്യത്തിൽ. ഇതാണ് യത്തീമിൻ്റെ കാര്യം. രണ്ടാമത് അല്ലാഹു തആല പറയുന്നു തഖ്വയുടെ ഒരു വിശേഷണമായിട്ട്, വലാ തഹാദ്ദൂന അലാ ത്വആമിൽ മിസ്കീൻ, മിസ്കീൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പോൾ മിസ്കീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദരിദ്രൻ. അറബിയിൽ മിസ്കീന്, ദരിദ്രന് 2 വാക്കുകൾ ഉപയോഗിക്കാറുണ്ട് സാധാരണ. കുറേ വാക്കുകളുണ്ട്. ഏറ്റവും പ്രചാരത്തിലുള്ള 2 വാക്ക് ഫക്കീറും മിസ്കീനും. ഇപ്പോൾ പല വിശദീകരണങ്ങളുണ്ട് ഇത് തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ പൊതുവിൽ പറയാവുന്നത് മിസ്കീൻ കുറച്ചും കൂടി സമ്പത്തുള്ളവനാണ്, ഒന്നുമില്ലാത്തവനാണ് ഫക്കീർ, അതിന് മുകളിലുള്ള ആളാണ് മിസ്കീൻ. മിസ്കീൻ എന്നുള്ള വാക്കുണ്ടായിട്ടുള്ളത് നമുക്കറിയാം, ഹറക്കത്ത് എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് സുക്കൂൻ. സുക്കൂൻ എന്ന് പറഞ്ഞാൽ അടങ്ങി നിൽക്കുക, ഹറക്കത്ത് എന്ന് പറഞ്ഞാൽ ചലനം. ഒരു ചലനമില്ലാത്തവനാണ് എന്ന് പറഞ്ഞാൽ സമ്പത്തില്ലെങ്കിൽ ആൾ ഒരു ഭാഗത്തിരിക്കും, അവന് യാത്ര ചെയ്യാൻ സാധിക്കില്ല, അവന് ആളുകളുടെ ഇടയിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല. അതാണ് ദാരിദ്ര്യം. ദാരിദ്ര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് കാവൽ തേടിയിട്ടുള്ള കാര്യമാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഫിത്നത്തിൽ ഗിന വ മിൻ ഫിത്നത്തിൽ ഫഖർ. സമ്പത്ത് കൂടിയിട്ട് പഴച്ചു പോകുന്നതും ദാരിദ്ര്യം കൊണ്ട് പഴച്ചു പോകുന്നതും ഞാൻ നിന്നോട് കാവൽ തേടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ദാരിദ്ര്യം വരാൻ ആഗ്രഹിക്കാൻ പാടില്ല. പക്ഷേ ദാരിദ്ര്യം വന്നു കഴിഞ്ഞാലോ ക്ഷമിക്കുക, അള്ളാഹുവിൻ്റെ വിധിയിൽ സബർ കാണിക്കുക. ഒരു മുഅ്മിൻ ശ്രമിക്കേണ്ടത് ഗിന, ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. സ്വന്തം ആവശ്യങ്ങൾ മറ്റൊരാളുടെ മുന്നിൽ നീട്ടേണ്ടി വരാത്ത അവസ്ഥയിൽ നിറവേറാൻ വേണ്ടിയിട്ടാണ് പരിശ്രമിക്കേണ്ടത്. അങ്ങനെ മിസ്കീനായ ആളുകളുണ്ടാകും സമൂഹത്തിൽ, യാതൊരു സംശയവുമില്ല, മിസ്കീന്മാരുണ്ടാകും. അങ്ങനെ അള്ളാഹുവിൻ്റെ ഖളാഇൻ്റെ അടിസ്ഥാനത്തിൽ, ഖദറിൻ്റെ അടിസ്ഥാനത്തിൽ ദാരിദ്ര്യം ബാധിച്ച ആളുകൾ അവരെന്ത് ചെയ്യണം? മറ്റുള്ളവർ സംരക്ഷിക്കണം.
അവർക്ക് വേണ്ടി ചിലവഴിക്കണം. സക്കാത്ത് അതിനുള്ളതാണ്, മിസ്കീന്മാർക്കുള്ളതാണ്. ഫക്കീർ, മിസ്കീൻ അവരൊക്കെ സക്കാത്തിൻ്റെ അവകാശികളാണ്. ചില ആളുകൾക്ക് മിസ്കീന്മാരോട് ഒരു പുച്ഛം കാണാം. അതിൻ്റെ ഒരു കാരണം ഖദറിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. അല്ല, ചില ആളുകൾ വിശ്വസിക്കുന്നത് ഈ പറഞ്ഞ ആയത്തിൻ്റെ മുമ്പ് നമ്മൾ പറഞ്ഞ ആയത്തിൽ പറഞ്ഞ പോലെയാണ്. ദരിദ്രനായാൽ അത് അള്ളാഹ്ക്ക് അവന് ഇഷ്ടമില്ലാത്തതാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ദരിദ്രനാകുന്നത് അവൻ്റെ ഒരു കുറവ് കൊണ്ടാണ്. അഥവാ ഖദറിൽ യാതൊരു വിശ്വാസവുമില്ല. അങ്ങനെയുള്ള ആളുകളുണ്ട്. അങ്ങനെ ആവരുത് ഒരു മുസ്ലിം. എത്രത്തോളം എന്ന് വെച്ചാൽ ഫുഖഹാക്കൾ പറയുന്നത് സക്കാത്തിൻ്റെ അവകാശികളെക്കുറിച്ച് പറയുമ്പോൾ ഹംബലി മദ്ഹബിലൊക്കെ പറയുന്നത് ഫക്കീർ, മിസ്കീൻ എന്നുള്ളത്, ഫക്കീർ എന്ന് പറഞ്ഞാൽ ഒരു വകയുമില്ലാത്തവനാണ്. അഥവാ ഒരാളുടെ കയ്യിലുള്ള മുഴുവൻ പണവും എടുത്തു വെച്ചാൽ അത് 6 മാസത്തെ ചിലവിന് തികയില്ല. അവൻ്റെ വരാനിരിക്കുന്ന 6 മാസത്തെ ചിലവിന് തികയില്ലെങ്കിൽ അവൻ ഫക്കീറാണ്. 6 മാസത്തിന് തികയും, പക്ഷെ 1 വർഷത്തേക്ക് എത്തൂല എന്നുണ്ടെങ്കിൽ മിസ്കീനാണ്. അതാണ് ഹംബലി മദ്ഹബിലെ താരീഫ് ഫക്കീറിൻ്റെ, മിസ്കീൻ്റെ. അവർ സക്കാത്തിൻ്റെ കാര്യത്തിൽ പറയുന്നത്, ഫുഖഹാക്കൾ പറയുന്നത്, ഫക്കീറിന് എത്രയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? 1 വർഷത്തേക്കുള്ള ചിലവിനുള്ള തുക. കഴിയുമെങ്കിൽ, നിർബന്ധമല്ല, നിങ്ങളുടെ കയ്യിലുള്ള സക്കാത്തിൻ്റെ തുക അതിന് തികയുമെങ്കിൽ നിങ്ങളൊരു ഫക്കീറിന് 1 വർഷത്തേക്ക് കൊടുക്കുക. മിസ്കീനാണെങ്കിൽ അവന് 6 മാസം കഴിഞ്ഞ് 1 വർഷം എത്തിക്കാനുള്ളത് കൊടുക്കുക. അപ്പോൾ അല്ല, ചില ആളുകൾക്ക് അങ്ങനെ ധാരണ ഉണ്ട്. പിന്നെ ഈ സക്കാത്ത് കൊടുക്കുമ്പോൾ ഈ ദരിദ്രന്മാരെ എന്തു ചെയ്യും? അവർക്ക് തൊഴിലിനുള്ള ഉപകരണങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ തൊഴിലിന് വേണ്ട മൂലധനമായിട്ട് പണം കൊടുക്കുക. എന്നിട്ട് അടുത്ത വർഷം ഇവർ സക്കാത്ത് വാങ്ങരുത്, അടുത്ത വർഷം ഇവർ സക്കാത്ത് കൊടുക്കാൻ പ്രാപ്തരാവണം. ഇത് നല്ലതാണ്, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അതിൻ്റെ കൂടെ ഈ പറഞ്ഞ ഖദറിൽ വിശ്വാസമില്ലായ്മയുടെ ഒരു ചെറിയ കലർപ്പ് വരുന്നുണ്ട്. അതെന്താണ്? അടുത്ത വർഷം ഇവർ വീണ്ടും വന്നാൽ അവിടെ പ്രശ്നമാണ്. ചിലപ്പോൾ കച്ചവടത്തിൽ വിജയിക്കാനുള്ള ബുദ്ധി അവനുണ്ടാവണമെന്നില്ല. ചിലപ്പോൾ അവന് പിന്നെ മറ്റെന്തെങ്കിലും തടസ്സങ്ങളുണ്ടാവാം. അള്ളാഹുവിൻ്റെ ഖദറാണ് അവസാനം തീരുമാനിക്കുന്നത് ഇവൻ ഫക്കീറായി തുടരണോ അതോ അവൻ അടുത്ത വർഷം ഖനിയായി മാറണോ എന്നുള്ളത്. അതല്ലാണ്ട് തീരുമാനമാണ്. അടുത്ത വർഷം വീണ്ടും വന്നാൽ ഫുഖഹാക്കൾ പറയുന്നത് അവന് 1 വർഷത്തേക്ക് വീണ്ടും സക്കാത്ത് കൊടുക്കുക. ഒറ്റ പ്രാവശ്യം സക്കാത്ത് കൊടുത്തിട്ട് പിരിച്ചുവിടണമെന്ന് ഇസ്ലാമിലില്ല. അപ്പോൾ മിസ്കീന്മാരോടുള്ള ഒരു പുച്ഛമുണ്ടാകാൻ പാടില്ല. ഇത് അള്ളാഹുവിൻ്റെ വിധിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി ആ വിധി അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാൻ തയ്യാറാവുക, അത്രയേ ഉള്ളൂ. അത് മടി പിടിച്ചിരിക്കാൻ, അലസത കാണിക്കാനുള്ളൊരു പ്രോത്സാഹനമല്ല. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് ഒരാൾ ഫക്കീറാവാം, മിസ്കീനാവാം. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിനോട് ചോദിച്ച്, ചില ആളുകൾ അവർ നല്ല സമ്പന്നന്മാരായിരിക്കും, പിന്നീട് അവർക്ക് ദാരിദ്ര്യം ബാധിച്ചിട്ടുണ്ടാകും എന്തെങ്കിലും കാരണം കൊണ്ട്. അങ്ങനെ ദാരിദ്ര്യം ബാധിച്ച ഒരു സമ്പന്നൻ, മുമ്പ് സമ്പന്നനായിരുന്ന ഒരാൾ, അയാൾക്ക് ചെറിയ ജോലികൾ, തരം താഴ്ന്നതായിട്ട് ആളുകൾ കാണുന്ന ഒരു ജോലി കിട്ടിയാൽ അയാൾ ചെയ്യൂല. കാരണം അയാൾ ശീലിച്ചത് അങ്ങനെയല്ല. വളരെ അഭിമാനത്തോടു കൂടി ജീവിച്ച ഒരാളാണ്. ജോലി അഭിമാനത്തിനെതിരൊന്നുമല്ല, പക്ഷേ അയാൾ ആദരിക്കപ്പെട്ട് ജീവിച്ച ഒരാളാണ്, റെസ്പെക്റ്റഡ് ആയിട്ട് ജീവിച്ചിട്ടുള്ള ഒരാളാണ്. അയാൾക്ക് അടിച്ചു വരുന്ന ജോലി, ഒരു ക്ലീനിങ്ങിൻ്റെ ജോലി ഇതൊന്നും അയാൾ ചെയ്യൂല. അങ്ങനെയുള്ള ആളുകൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? കാരണം മറ്റൊരു മസലയുണ്ട്. അധ്വാനിക്കാൻ കഴിയുന്ന ആൾക്ക് സക്കാത്തിൽ അവകാശമില്ല. ആരോഗ്യമുണ്ട്, അധ്വാനിക്കാൻ കഴിയും, എന്നിട്ട് വെറുതെ ഇരിക്കുകയാണെങ്കിൽ അവന് സക്കാത്തില്ല. പക്ഷെ ഇവൻ അധ്വാനിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇവൻ്റെ ദർജയ്ക്ക് യോജിച്ച ജോലിയൊന്നും അവന് കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? ഷെയ്ഖ് പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരാൾ ദരിദ്രനാവാൻ, ഒരാളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് അത് തുടരാൻ പല കാരണങ്ങളുണ്ടാവും. അത് ന്യായമായും ഉള്ള കാരണമാണെങ്കിൽ അവരെ സഹായിക്കുക തന്നെ വേണം, സക്കാത്തിൻ്റെ സമ്പത്ത് കൊണ്ടും അല്ലാത്ത സ്വതക്ക കൊണ്ടുമൊക്കെ. വലാ തഹാദൂന എന്നാണ് പറഞ്ഞത്, നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്കൊരു മിസ്കീനെ സഹായിക്കാൻ സ്വന്തമായിട്ട് കഴിയില്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക, മറ്റുള്ളവരോട് പറയാം, അല്ലേ? അപ്പോൾ ഒരു സാധുവിനെ സഹായിക്കാൻ വേണ്ടി മറ്റൊരാളോട് ഷഫാഅത്ത് പറയുന്നത് അത് വളരെ നല്ല കാര്യമാണ്. ശുപാർശ ചെയ്യുക എന്നുള്ളത്, ഒമൻ യശ്ഫ ഷഫാഅത്തൻ ഹസനത്തൻ യകുൻ ലഹു നസീബും മിൻഹ. ആരാണോ ഒരു നല്ല ശുപാർശ ചെയ്യുന്നത് അവനും അതിൽ ഒരു ഓഹരിയുണ്ട്. ഈ ശുപാർശ ചെയ്ത് സഹായിക്കുന്നതിൻ്റെ ഒരു അംശം ഇവരും കിട്ടും. അപ്പോൾ നമ്മൾ മുമ്പിലൊരു ആവശ്യക്കാരൻ വന്നു, നമുക്കറിയുന്ന ഒരു പണക്കാരുണ്ട്, അവനോട് പറഞ്ഞത് അയാളൊന്ന് സഹായിക്കുക എന്ന് പറഞ്ഞാൽ അവൻ സഹായിച്ചതിൻ്റെ ഒരു ഷെയർ നമുക്കും കിട്ടും, പ്രതിഫലം. എത്രത്തോളം എന്ന് വെച്ചാൽ ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ഒരു ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മജ്ലിസിലിരിക്കുമ്പോൾ ചില ആളുകൾ ആവശ്യമായിട്ട് വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ, സാധാരണ വരുന്ന പോലെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, ഇശ്ഫഉ തുഅ്ജറു. അവിടെ ഇരിക്കുന്ന മറ്റു സഹാബത്തിനോട് പറയാണ്, ഈ വന്ന മിസ്കീന് വേണ്ടിയിട്ട് ഞാൻ സഹായിക്കാൻ നിങ്ങൾ എന്നോട് ശഫാഅത്ത് പറയുക, നിങ്ങൾക്കതിൻ്റെ പ്രതിഫലം കിട്ടും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ ആവശ്യം നടത്താൻ അറിയാഞ്ഞിട്ടല്ല,
പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർക്ക് കൂടി പ്രതിഫലം കിട്ടാൻ വേണ്ടി പറയാണ്. ഇവർക്ക് ആ സുന്നത്ത് പഠിപ്പിച്ചു കൊടുക്കാനും അവർക്ക് പ്രതിഫലം കിട്ടാനും വേണ്ടി പറയാണ്. നിങ്ങൾ എന്നോട് എൻ്റെ കാര്യം ഒന്ന് പറയാം, ഞാനും അവനെ സഹായിക്കാം എന്ന്. എൻ്റെ ഹദീസിന് തുടർച്ചയായിട്ട് പറയാണ്, നിങ്ങൾ പറയുക അള്ളാഹു അവൻ്റെ റസൂലിൻ്റെ കയ്യിലൂടെ അവൻ ഉദ്ദേശിക്കുന്ന ഖൈർ നടപ്പിലാക്കും. അപ്പോൾ അവർക്ക് ആ പ്രതിഫലം കിട്ടാൻ വേണ്ടി ഇത് നല്ല കാര്യമാണ്. ചില ആളുകൾ ഇത് വളരെ മോശമായിട്ടാണ് കാണുന്നത്. 2 മസലകൾ അവർ കൂട്ടിക്കലർത്തി. അതായത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി കൈ നീട്ടുന്നത് അങ്ങേയറ്റം ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ള വൻപാപമാണ്. സ്വന്തം ആവശ്യത്തിന് വേണ്ടി അധ്വാനിക്കാൻ കഴിവുണ്ടായിരിക്കെ ലറൂറത്തില്ലാത്ത അവസ്ഥയിൽ, അങ്ങേയറ്റം കുടുങ്ങിയ അവസ്ഥയിലല്ലാതെ മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടുക എന്നുള്ളത് വൻപാപമാണ്. വൻപാപം എന്ന് പറയാൻ കാരണം എന്താ? ഹദീസിൽ വന്നിട്ടുണ്ട്, അങ്ങനെ ചോദിക്കുന്ന ആൾ ലാ യസാലുൽ മസ്അലതു ബിസാഹിബിഹ ഹത്താ യഅതിയ യൗമൽ ഖിയാമ വലൈസ ഫീ വജ്ഹിഹി മുസ്അതു ലഹം. ആളുകളോട് ചോദിക്കുന്നവർ, കൈ നീട്ടുന്നവർ, അവരാ ചോദ്യം തുടർന്നാൽ, യാചന തുടർന്നാൽ അവർ പരലോകത്ത് വരും മുഖത്ത് ഒരു മാംസകഷ്ണം പോലും ഇല്ലാത്ത അവസ്ഥയിൽ. അപ്പോൾ പരലോകത്ത് ഒരു പ്രവൃത്തിക്ക് ശിക്ഷയുണ്ട്, ഇന്ന ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞാൽ അത് വൻപാപമാണ്. വൻപാപത്തിൻ്റെ ഒരു നിർവചനമാണത്. അത് ചെയ്യുന്ന ആൾ ശപിക്കപ്പെട്ടിരിക്കുന്നു, അവന് ദുനിയാവിൽ ഇസ്ലാമിക ശരീഅത്തിൽ ശിക്ഷയുണ്ട്, കൈവെട്ട് പോലെയുള്ള ശിക്ഷയുണ്ട്, അല്ലെങ്കിൽ ആഖിറത്തിൽ ഒരു പ്രത്യേക ശിക്ഷ എടുത്ത് പറയുക, അങ്ങനെ പറഞ്ഞാൽ അത് വൻപാപമായി. അപ്പോൾ യാചന വൻപാപമാണ്. ആവശ്യമില്ലാതെ ഒരാളോട് ചോദിക്കാൻ പാടില്ല. ചോദിക്കാൻ പാടുള്ള ഇളവുള്ള സാഹചര്യങ്ങളുണ്ട്. ഒന്ന്, ഹക്കുള്ള കാര്യം. നമ്മൾ കടം കൊടുത്തു, അപ്പോൾ കടം തിരിച്ചു വാങ്ങുമ്പോൾ ഈ ഹദീസ് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ ഹക്കാണ്. അതുപോലെ ഭാര്യയ്ക്ക് ഭർത്താവിനോട് ചോദിക്കാം, ഹക്കാണ്. അതുപോലെ വലിയ അമറിനോട് ചോദിക്കാം, മുസ്ലിമായ ഭരണാധികാരിയോട് ചോദിക്കാം. ഒരാൾക്ക് കടം ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, മുസ്ലിമായ വലിയ അമറിനോട് ചോദിക്കുന്നത് ജായിസാണ്. സ്വന്തം ഉപ്പാനോട് ചോദിക്കുന്നത് പോലെയാണ്, പ്രശ്നമില്ല. അതുപോലെ കടം കയറിയ ഒരാൾ കച്ചവടം ഉണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു, അതെല്ലാം തകർന്നു പോയി പെട്ടെന്നൊരു ദിവസം, അതായത് പ്രതീക്ഷിക്കാത്ത ഒരു സാമ്പത്തിക തകർച്ചയുണ്ടായി. അങ്ങനത്തെ ആളുകൾക്ക് ചോദിക്കാം, ഹദീസിൽ വന്നിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഖബീസ ലാ യഹല്ലുൽ മസ്അലതു ഇല്ലാ ലി സലാസ്. 3 ആളുകൾക്കല്ലാതെ ചോദ്യം പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് നഷ്ടം വന്ന ആളുകൾ, അതുപോലെ മറ്റുള്ളവരുടെ ബാധ്യത ഏറ്റെടുത്തവർ, അവർക്ക് ചോദിക്കാം. ഒരാളുടെ കടബാധ്യത മറ്റൊരാൾ ഏറ്റെടുത്തു, അയാൾക്ക് ചോദിക്കാം. അങ്ങനെ 3 പേരെ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ചോദിക്കാവുന്നത്. ഇതല്ലാത്ത ചോദ്യങ്ങൾ അത് ഹറാമാണ്, വൻപാപമാണ്. ചില ആളുകൾ എന്ത് ചെയ്തു, ഈ ഒരു മസലയും ഈ മസലയിൽ വന്നിട്ടുള്ള കുറേ ഹദീസുകളുണ്ട്. ചോദ്യം ചോദിക്കുന്നതിനെ, സമ്പത്ത് ചോദിക്കുന്നതിനെ നിരുത്സാഹപ്പെടുന്ന കുറേ ഹദീസുകളുണ്ട്, 1, 2 അല്ല. ഈ ഹദീസുകൾ എടുത്തിട്ട് ഷഫാഅത്ത് എന്ന് പറയുന്ന കാര്യം, ആളുകൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ശുപാർശ പറയുക എന്നുള്ളതിനെതിരെ ഉപയോഗിക്കുന്നത് കാണാം. അത് ശരിയല്ല. എന്നിട്ട് സമ്പത്ത് ചോദിക്കുന്ന ആളുകളെ, പണം ചോദിക്കുന്ന ആളുകളെ യാചകന്മാർ, നഊദു ബില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുത്ബ കഴിഞ്ഞിട്ട്, പെരുന്നാളിൻ്റെ ഖുത്ബ കഴിഞ്ഞിട്ട് സ്ത്രീകളുടെ ഭാഗത്ത് പോകും. ബിലാൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ തട്ടം അയച്ച് കയ്യിൽ പിടിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സംസാരിക്കും, സ്ത്രീകളോട് പ്രത്യേകമായിട്ട്. എന്നിട്ട് അവരോട് പറഞ്ഞു, തസദ്ദഖ്ന, സ്ത്രീകൾ സദഖ ചെയ്യുക, ഫഇന്ന കുന്ന അക്തറു അഹ്ലിൻ നാർ, നരകത്തിൽ നിങ്ങളാണ് കൂടുതൽ, അതുകൊണ്ട് സദഖ ചെയ്ത് രക്ഷപ്പെടുക എന്ന് പറയുമായിരുന്നു. അങ്ങനെ അവർ അവരുടെ ആഭരണമൊക്കെ അയച്ച് ആ തട്ടത്തിൽ ഇട്ട് കൊടുക്കുമായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെ ഒരാൾ ചെയ്താൽ എന്തായിരിക്കും ആളുകൾ പറയാം? ഇതുപോലെ പറയുന്ന ആളുകൾ, ഇത് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ അമാനത്തുണ്ടായിരിക്കണം, ചോദിക്കുന്ന ആൾ വിശ്വസ്തനായിരിക്കണം, അയാൾ സ്വന്തം പോക്കറ്റിലിടാനാവരുത് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഏതൊരു പൊതുകാര്യങ്ങളിലും ഇറങ്ങിപ്പുറപ്പെടുന്ന ആളുകൾ ജനങ്ങൾ വിശ്വസിക്കുന്ന ആളുകളായിരിക്കണം, ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ട ആളുകളായിരിക്കണം. എല്ലാവരും ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ തട്ടം പിടിച്ച് അങ്ങനെ സ്വഹാബത്ത് നടന്നിട്ടുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ചെയ്തത്. അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് ചോദിക്കാം. ജനങ്ങൾ അറിയുന്ന, വിശ്വസ്തത, അമാനത്തിൻ്റെ പേരിൽ അറിയപ്പെട്ട ആളുകൾക്ക് ചോദിക്കാം. പിന്നെ അമാനത്ത് ഏറ്റെടുക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അത് ഓരോരുത്തരും ചിന്തിക്കണം. അല്ലെ, കണക്ക് നോക്കാനും അത് സൂക്ഷിക്കാനും അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാനും ഒക്കെയുള്ള അറിവും വിവരവും അമാനത്തും ഒക്കെ എനിക്കുണ്ടോ എന്നുള്ളത് അത് ഈ വക കാര്യങ്ങൾ ചെയ്യുന്നവർ ശ്രദ്ധിക്കുകയും വേണം. അപ്പോൾ ഇതാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞത്. സ്വന്തമായിട്ട് കഴിയില്ലെങ്കിലും മറ്റുള്ളവരോട് പറഞ്ഞിട്ടാണെങ്കിലും മിസ്കീന്മാരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക. നമ്മൾ മുമ്പ് ഹദീസ് പഠിച്ചിട്ടുള്ളതാണ്, അർബഅൻ നബവിയിൽ, മൻ നഫ്ഫസ അൻ മുഅ്മിനിൻ കുർബത്തൻ മിൻ കുറബി ദുനിയ, ആരാണോ ഒരു മുഅ്മിന് ദുനിയാവിലെ ഒരു വിഷമം നീക്കി കൊടുക്കുന്നത്, നഫ്ഫസ അല്ലാഹു അൻഹു കുർബത്തൻ മിൻ കുറബി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിലൊരു വിഷമം അല്ലാഹു തആല അവന് നീക്കി കൊടുക്കും. മൂന്നാമതായി, അല്ലെങ്കിൽ ഈ 2 കാര്യങ്ങൾക്ക് ശേഷം അല്ലാഹു തആല പറയുന്നത് എന്താണ്? അല്ലെ, യതീമിൻ്റെ സമ്പത്ത് യതീമിനെ നിങ്ങൾ സഹായിക്കുന്നില്ല, അതുപോലെ തന്നെ സാധുവിൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പരസ്പരം ഓർമ്മിപ്പിക്കുന്നില്ല. വതഅകുലൂന തുറാസ അക്ലൻ ലമ്മ, എന്നിട്ട് ചെയ്യുന്നത് എന്താണ്?
തഅ്കുലൂന തുറാസ്. തുറാസ് എന്ന് പറഞ്ഞാൽ അനന്തര സ്വത്ത്, മരിച്ചുപോയ ആളുകളുടെ അനന്തര സ്വത്ത്. അത് നിങ്ങൾ തിന്നുന്നു. അഖ്ലൻ ലമ്മ. ലമ്മൻ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടുക എന്നാണ്. ലാമ് മീം എന്നുള്ള ഈ 3 അക്ഷരങ്ങളുടെ അർത്ഥം. അറബികൾ മുടി നീട്ടി വളർത്തുന്നതിന് ലമ്മത്ത് എന്ന് പറയും. മുടി തോളിലേക്ക് കുറച്ച് നീട്ടി വളർത്തുന്നത്, ആണുങ്ങൾ നീട്ടി വളർത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം അങ്ങനെ നീട്ടി വളർത്തിയിട്ടുണ്ട്. സുന്നത്തല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദിയായിട്ടുള്ളൊരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ മുടി നീട്ടും, ചിലപ്പോൾ വെട്ടും. 3 രീതിയിൽ മുടി വളർത്തിയിട്ടുണ്ട്. പിന്നെ പറ്റ വെട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ചെവി വരെ നീട്ടിയിട്ടുണ്ട്, തോളിലേക്ക് വളർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ലമ്മത്ത് എന്നാണ് ഇതിന് പറയാം, മുടി നീട്ടി വളർത്തുന്നതിന്. അങ്ങനെ പറയാൻ കാരണം എന്താണ്? കുറേ മുടി കൂടിയിട്ടുണ്ട്. അപ്പോൾ കുലുന തുറാസാക്കൽ ലമ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്പത്ത്, അനന്തര സ്വത്ത് വാരി തിന്നുന്നു എന്ന് പറഞ്ഞാൽ സ്വന്തം അവകാശം കഴിഞ്ഞ് അപ്പുറത്തവൻ്റേത് കൂടി, സഹോദരൻ്റേത്, സഹോദരിയുടേത്, സ്ത്രീകളുടേതൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നു. വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ. നിങ്ങൾ സമ്പത്ത് അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു. അപ്പോൾ സമ്പത്തിനോടുള്ള സ്നേഹം അത് ഹലാൽ ഹറാമിൻ്റെ പരിധി വിട്ടാൽ ആക്ഷേപിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. സമ്പത്തിനോട് സ്നേഹം ഉണ്ടാവുക എന്നുള്ളത് മനുഷ്യൻ്റെ പ്രകൃതമാണ്. വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. ഖൈർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഇവിടെ അൽമാൽ എന്നാണ് മുഫസ്സിരിങ്ങൾ ബഹുഭൂരിപക്ഷം പറഞ്ഞിട്ടുള്ളത്, സലഫുകൾ. വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. മനുഷ്യൻ സമ്പത്തിനോട് അങ്ങേയറ്റം സ്നേഹമുള്ളവനാണ്, മനുഷ്യൻ്റെ പ്രകൃതമാണ്. സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാത്ത് മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറത്തി മിനൽ ദഹബി വൽ ഫിദ്ദ. സ്ത്രീകളും മക്കളും അതുപോലെ കുന്നുകൂട്ടി വെച്ച സ്വർണവും വെള്ളിയും മനുഷ്യന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ തെറ്റില്ല അങ്ങനെ ഇഷ്ടമുണ്ടാവുക എന്നുള്ളത്. പക്ഷേ തുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ. ജമ്മൻ എന്ന് പറഞ്ഞാൽ ഷദീദൻ, അങ്ങേയറ്റം, വളരെയധികം. അപ്പോൾ സമ്പത്തിനോടുള്ള ഇഷ്ടം പരിധി വിടാൻ പാടില്ല. എപ്പോഴാണ് പരിധി വിടുന്നത്? അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്, ഹലാലും ഹറാമും. ആ ഹലാൽ വിട്ടിട്ട് ഹറാമിലേക്ക് പോകുന്നതാണ് സമ്പത്തിനോടുള്ള ആർത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് തഖ്വയില്ലായ്മ. അപ്പോൾ ഇതിൻ്റെയൊക്കെ വിപരീതമാണ് തഖ്വ എന്ന് പറയുന്നത്. അതിഥിയെ ആദരിക്കുക, അവനെ സഹായിക്കുക, സാധുവിനെ സഹായിക്കുക, സമ്പത്തിനോടുള്ള ആർത്തി അത് ദീനിൻ്റെ പരിധിയിൽ ഒതുക്കി നിർത്തുക, അനന്തരാവകാശ സ്വത്തിൽ മറ്റുള്ളവൻ്റെ ഇതിൽ കൈകടത്താതിരിക്കുക, ഇതൊക്കെയാണ് തഖ്വ എന്ന് പറയുന്നത്. ചില ആളുകൾ ഇങ്ങനെയുള്ള ആയത്തുകളൊക്കെ കണ്ടാൽ അവർ ഒരു വ്യാഖ്യാനം കൊണ്ടുവരും. എന്താണ്? തഖ്വയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിസ്കാരം നോമ്പൊന്നും പറഞ്ഞിട്ടില്ല, യത്തീമിൻ്റെ കാര്യം, അനന്തര സ്വത്തിൻ്റെ കാര്യം. അപ്പോൾ അതൊക്കെയാണ് ദീൻ എന്ന് പറയുന്നത്. അതിന് ഒരു ഹദീസ് അവർ ഉപയോഗിക്കാറുണ്ട് സാധാരണ, അദ്ദീനു അൽ മുആമല. ദീൻ എന്ന് പറഞ്ഞാൽ മുആമലത്താണ്, ഇടപാടുകൾ. അപ്പോൾ ചിലപ്പോൾ നിസ്കാരമില്ലാത്തവനായിരിക്കും, അങ്ങനെ പറയും, നിസ്കാരമില്ലാത്തവനായിരിക്കും, പക്ഷേ അവർ പിന്നെ ഇടപാടുകളുടെ കാര്യത്തിൽ ഉഷാറാണ്. അതാണ് യഥാർത്ഥ ദീൻ. എത്രത്തോളം എന്ന് വെച്ചാൽ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു വ്യക്തി അറിയപ്പെട്ടൊരു ബുദ്ധിജീവിയാണ്, ഒരു ഇസ്ലാമിക ബുദ്ധിജീവി. അദ്ദേഹം പറഞ്ഞു ഞാൻ യൂറോപ്പിൽ പോയി, അവിടെ ഇസ്ലാം കണ്ടു, മുസ്ലിമീങ്ങളെ കണ്ടില്ല. റഅയ്തുൽ ഇസ്ലാം വലം അറൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളെ കണ്ടിട്ടില്ല, പക്ഷേ ഇസ്ലാം അവിടെയാണുള്ളത്. ഇവിടെ നമ്മളെ പൗരസ്ത്യ രാജ്യങ്ങളിൽ, അറബ് രാജ്യങ്ങളിലൊക്കെ നടക്കുമ്പോൾ അറൽ മുസ്ലിമീൻ വല അറൽ ഇസ്ലാം. മുസ്ലിമീങ്ങൾ കാണുന്നുണ്ട്, പക്ഷേ ഇസ്ലാം കാണുന്നില്ല. കാരണം ഇസ്ലാം എന്താണ്? മുആമലത്താണ്. അവിടെയാണ് മുആമലത്ത് വളരെ കൃത്യമായിട്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. കൃത്യനിഷ്ഠ, വിശ്വസ്തത, ഇടപാടുകളുടെ സൂക്ഷ്മത, അതൊക്കെ അവിടെയാണ്. ഒരിക്കലും ശരിയല്ല, ഇത് ഒരു നിലക്കും ശരിയല്ല. പറഞ്ഞു തന്നെ കളവാണ്. കാരണം മുആമലത്തും മുസ്ലിമീങ്ങൾക്കിടയിൽ തന്നെയാണുള്ളത്. ഇനി മുആമലത്താണ് അടിസ്ഥാനം എന്ന് പറയുന്നത് ശരിയാണോ? ശരിയല്ല. അള്ളാഹുവിൻ്റെ ഹക്കുണ്ട്, സൃഷ്ടികളോടുള്ള ഹക്കുണ്ട്. അള്ളാഹുവിനോടുള്ള ഹക്കാണ് ഏറ്റവും വലുത്. നിസ്കാരവും നോമ്പും അതൊക്കെ തന്നെയാണ് ഏറ്റവും വലുത്. അത് കഴിഞ്ഞിട്ടാണ് സൃഷ്ടികളോടുള്ള ഇടപാടുകൾ. സൃഷ്ടികളുടെ ഇടപാടും പ്രധാനമാണ്. പക്ഷെ എന്തുകൊണ്ട് ഇവിടെ നിസ്കാരവും നോമ്പും ഒന്നും പറഞ്ഞില്ല ഈ ആയത്തുകളിൽ? നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഒരു കാരണം? ഈ സൂറത്ത് നമ്മൾ ഇത്രയും പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാരണം അവിടെ ഉണ്ട്, വ്യക്തമാണ്. എന്തായിരിക്കും? അതെ, തൊട്ട് മുമ്പ് പറഞ്ഞത് എന്താണ്? റബ്ബി അക്രമൻ. പൈസ കിട്ടിയാൽ ഞാൻ അള്ളാഹുവിൻ്റെ അടുത്ത ആളാണ്. ദരിദ്രനെ കാണുമ്പോൾ റബ്ബി അഹാനൻ, അള്ളാഹുവിനെ നിന്ദിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിനെ നിന്ദിച്ചിരിക്കുന്നു ദരിദ്രം വന്നാൽ. അപ്പോൾ സമ്പത്താണ് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിൻ്റെ അടിസ്ഥാനം എന്ന് വിശ്വസിക്കുന്നവരോടാണ് സംസാരിക്കുന്നത്. സമ്പത്തല്ല, അതേമാതിരി സമ്പത്ത് ചെലവഴിക്കലാണ് എന്ന് പറയുന്നത് തമ്മിലൊരു പരസ്പര ബന്ധമുണ്ട്, മുനാസബത്തുണ്ട്, യോജിച്ച രീതിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. തഖ്വ എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള ഹക്കും സൃഷ്ടികളോടുള്ള ഹക്കുകളും ഉൾപ്പെട്ട കാര്യമാണ്. അത് ഏറ്റവും പ്രധാനം അള്ളാഹുവിനോടുള്ള ഹക്ക് തന്നെയാണ്. ഇനി അടുത്ത ആയത്തുകൾ പറയുന്നത് കല്ല ഇദാ ദുഃഖത്തിൽ അർദു ദക്കൻ ദക്ക, പരലോകത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ തഖ്വ പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ യഥാർത്ഥ ആദരവ് നേടിയെടുക്കാൻ ശ്രമിക്കാതിരുന്നാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അവസ്ഥ, വരാൻ പോകുന്ന അവസ്ഥ എന്താണ്?
അല്ലാഹു തആല പറയുന്നു, കല്ല, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. ഇത് അദുക്കത്തിൽ അർളു ദക്കൻ ദക്ക, ഭൂമി ഇടിച്ച് പൊടിച്ച് കളഞ്ഞാൽ, ദക്ക എന്ന് പറഞ്ഞാൽ കൂട്ടി ഇടിച്ച് പൊടിയാക്കുക. ഖുർആനിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണ്. ഇത് സുൽസിലത്തിൽ അർളു സിൽസാലഹ, അന്ത്യദിനമാകുമ്പോൾ ഭൂമി വിറക്കും, ഭൂമി കുലുങ്ങും. അതുപോലെ തന്നെ വഹുമിലത്തിൽ അർളു വൽ ജിബാലു ഫദുക്കത ദക്കത്തൻ വാഹിദ, പർവ്വതങ്ങളൊക്കെ കൂട്ടിയിടിച്ച് പൊടിയാകും. ഫയോമ ഇദിൻ വഖഅത്തിൽ വാഖിഅ, എന്നാണ് അന്ത്യദിനം സംഭവിക്കുക. ഇത് നിരവധി ആയത്തുകൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് സംഭവിച്ചു കഴിഞ്ഞാൽ വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സഫ, നിൻ്റെ റബ്ബും അണിയണികളായി മലക്കുകളും കൂടി വന്നു കഴിഞ്ഞാൽ, ഇവിടെ ഉദ്ദേശിക്കുന്നത് റബ്ബും മലക്കുകളും കൂടി സഫായിട്ട് വരിക എന്നാണോ? അല്ല, റബ്ബ് വരും, മലക്കുകൾ വരും. മലക്കുകൾ സഫായിട്ടാണ് വരുന്നത്. അപ്പോൾ റബ്ബ് വിചാരണയ്ക്ക് വേണ്ടി വരിക എന്ന് പറയുന്ന ഒരു കാര്യം ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളതാണ്. സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, വഹൽ യൻദുറൂന ഇല്ല അൻ യഅതിയഹുമുല്ലാഹു ഫി ദുലലിൻ മിനൽ ഗമാമി വൽ മലായികതു വഖുദിയൽ അംർ വഇലല്ലാഹി തുർജഉൽ ഉമൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണയ്ക്ക് വേണ്ടി വരുന്നതാണോ അവർ കാത്തിരിക്കുന്നത്? ഇപ്പം എങ്ങനെയാണ് അള്ളാഹു വരിക? നമുക്കറിയില്ല. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അഖീദയുടെ കിതാബിൽ, അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധി കൊണ്ട് അതിൻ്റെ രൂപം നമുക്ക് ചിന്തിക്കാനും സങ്കല്പിക്കാനും സാധിക്കുകയില്ല. അള്ളാഹുവിൻ്റെ മഹത്വത്തിന്, അവൻ്റെ അളമത്തിന് യോജിക്കുന്ന രൂപത്തിൽ അവൻ വരുമെന്ന് പറഞ്ഞാൽ വരും. അതെങ്ങനെയെന്നുള്ളത് ബൽ കൈഫ് മജ്ഹൂൽ, അതിൻ്റെ രൂപം നമുക്കറിയില്ല. അങ്ങനെ അല്ലാഹു തആല വരും, മലക്കുകൾ വരും. വജീഅ യൗമഇദിൻ ബിജഹന്നം, നരകത്തെ അന്ന് കൊണ്ടുവരും. അപ്പോൾ ഗൈബിയായ കാര്യങ്ങളൊന്നും നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുകയില്ല. പറയുന്നത് അതുപോലെ വിശ്വസിക്കുക അല്ലാതെ നമുക്ക് മാർഗമില്ല. ഇത് അന്ധവിശ്വാസമാണോ? അന്ധവിശ്വാസമല്ല, ഇതാണ് യുക്തി എന്ന് പറയുന്നത്. അന്ധവിശ്വാസം എന്നുള്ള വാക്ക് അത് ഉപയോഗിച്ചാലും തർക്കമില്ല. ഇതാണ് ശരി എന്ന് പറയുന്നത്. കാരണം എന്താണ്? മനുഷ്യൻ്റെ മനസ്സിന് പരിമിതിയുണ്ട്, മനുഷ്യൻ്റെ ശരീരത്തിന് പരിമിതിയുള്ളതുപോലെ നമുക്ക് കാണാൻ പറ്റുന്നതിന് പരിധിയുണ്ട്, കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിന് പരിധിയുണ്ട്, നമ്മുടെ ശരീരത്തിലെ പേശികൾ കൊണ്ട് വഹിക്കാവുന്ന ഭാരത്തിന്, ചെയ്യാവുന്ന അധ്വാനത്തിനൊക്കെ പരിധിയുണ്ട്. അതുപോലെ നമ്മുടെ ബുദ്ധിക്കും പരിമിതിയുണ്ട്. അപ്പോൾ അള്ളാഹു എങ്ങനെയായിരിക്കും, അള്ളാഹുവിൻ്റെ വരവ് എങ്ങനെയായിരിക്കും, നരകം എങ്ങനെയായിരിക്കും എന്നൊന്നും പൂർണ്ണമായും ചിന്തിക്കാനും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയില്ല. വജീഅ യൗമഇദിൻ ബിജഹന്നം, നരകത്തെ കൊണ്ടുവരും. അപ്പോൾ നരകം എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് അള്ളാഹു സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിനെ മനുഷ്യർക്ക് കാണാവുന്ന രൂപത്തിൽ അള്ളാഹു തആല കൊണ്ടുവരും. എങ്ങനെയാണ് കൊണ്ടുവരിക? ഒരു ഹദീസിൽ കാണാം, യുഅ്താ ബിജഹന്നമ യൗമൽ ഖിയാമ അലൈഹാ 70,000 സിമാം, 70,000 ചങ്ങലകളിൽ വലിച്ചുകൊണ്ടായിരിക്കും നരകത്തെ കൊണ്ടുവരിക. വഅലാ കുല്ലി സിമാമിൻ 70,000 മലക്ക്, ഓരോ ചങ്ങലയും പിടിച്ചുകൊണ്ട് 70,000 മലക്കുകളുണ്ടാവും. എത്ര മലക്കുകളായി? 49 ലക്ഷം. അത്രയും മലക്കുകൾ എന്ന് പറയുന്നത് വലിയ സൃഷ്ടികളാണ്, മനുഷ്യനെ പോലെയല്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ കണ്ട ഹദീസിൽ കാണാം, ജിബ്രീലിനെ കണ്ടപ്പോൾ വേറെ ഒന്നും കാണുന്നില്ല. സദ്ദൽ ഉഫുഖ്, ചക്രവാളം മുഴുവൻ നിറഞ്ഞുകൊണ്ട് നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. ആകാശം വരെ നിറഞ്ഞു നിൽക്കുന്ന രൂപത്തിലാണ് വിശ്വാസം കണ്ടത്. അത്രയും വലിയ മലക്കുകൾ, അവർ ഇത്രയും ലക്ഷക്കണക്കിന് മലക്കുകളാണ് ഈ നരകം വലിച്ചുകൊണ്ട് വരുന്നത്. എത്ര വലിയ സൃഷ്ടിയായിരിക്കും. ഈ നരകം കാണുമ്പോൾ യൗമഇദിൻ, അന്നേ ദിവസം യതദക്കറുൽ ഇൻസാൻ, മനുഷ്യൻ ചിന്തിക്കും, താൻ ചെയ്തു പോയ പ്രവൃത്തികളെക്കുറിച്ചൊക്കെ ആലോചിക്കും. വഅന്നാ ലഹു ദിക്റ, അവൻ എവിടെ നിന്നാണ് ഇപ്പോൾ ചിന്ത വന്നത്? അഥവാ ഇപ്പോൾ ചിന്ത വന്നൊരു കാര്യമില്ല എന്നർത്ഥം. അപ്പോൾ പരലോകത്ത് എത്തുമ്പോൾ അവിടെ ഗൈബിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ണുകൊണ്ട് കാണും. ലഖദ് കുന്ത ഫി ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫ്നാ അൻക ഗിതാഅക, നിൻ്റെ മറ ഇന്ന് നീക്കിയിരിക്കുന്നു. ഫബസറുക അൽയൗമ ഹദീദ്, ഇന്ന് നിൻ്റെ കാഴ്ച ശക്തിയുള്ളതാണ്, നിനക്ക് ദുനിയാവിൽ കാണാൻ പറ്റാത്തൊക്കെ ഒന്ന് കാണാം എന്ന് അല്ലാഹു തആല പറയും. ആ സമയത്ത് ഈ ഗൈബിയായ കാര്യങ്ങളൊക്കെ കൺമുന്നിൽ കാണുമ്പോൾ നരകം കാണും, സ്വർഗം കാണും, റബ്ബിനെ കാണും. ഇതൊക്കെ കാണുമ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യും? ഓർമ്മ വരും ദുനിയാവിൽ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റിനെക്കുറിച്ച്, വീഴ്ചയെക്കുറിച്ച്. അപ്പോൾ മനുഷ്യൻ എന്ത് പറയും? യഖൂൽ, അവൻ പറയും, യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി, എൻ്റെ ജീവിതത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തു വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയും. അല്ല, ഈ ഒരു രംഗം ശരിക്കും മനസ്സിലാകണമെങ്കിൽ നമ്മൾ ദുനിയാവിലെ അനുഭവമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ, ദുനിയാവിൽ തന്നെ നമുക്ക് എന്ത് അനുഭവം ഉണ്ടാവാറുണ്ട്? ഈ വകുപ്പിൽപ്പെട്ട അനുഭവങ്ങൾ. ചിലപ്പോൾ സ്കൂളിലൊന്നും പഠിക്കാതെ നല്ല അടിച്ചു പൊളിച്ച് നടന്ന് അവസാനം കൂടെ പഠിച്ച ആൾക്കാർ നല്ല നിലയിലെത്തുമ്പോൾ ചിന്തിക്കും, അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോൾ അപ്പോൾ ആലോചിക്കും, പഠിച്ചാൽ മതിയായിരുന്നു, കളിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ, ഇങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു. അതുപോലെ രോഗം വരുമ്പോൾ, അല്ലെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ തോന്നിയതുപോലെ തിന്നൊക്കെ നടന്നിട്ട് അവസാനം ചിന്തിക്കും. അല്ലെ ചില ആളുകൾ വളരെ ദയനീയമായ രംഗങ്ങളുണ്ടാവും, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നീ മരിക്കും എന്ന് നേരെ പറഞ്ഞ് അത് കേട്ട് തിരിച്ചു പോകുന്ന ആൾക്കാരുണ്ട് ആശുപത്രിയിൽ നിന്ന്. അപ്പോൾ അവർ എല്ലാ രോഗങ്ങളും അല്ല, ചിലതൊക്കെ സ്വയം വരുത്തി വെച്ചതായിരിക്കും, പുകവലി കൊണ്ടും മറ്റു ലഹരികൾ കൊണ്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ ഈ ചിന്ത മനുഷ്യന് വരാറുണ്ട്, മുമ്പ് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ. ഈ ഒരു ഖേദത്തിൻ്റെ ഏറ്റവും വലിയ രംഗമാണ് പരലോകത്ത് വരാൻ പോകുന്നത്. ദുനിയാവിലുള്ള മറ്റുള്ള ഈ പറഞ്ഞ അനുഭവങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും.
ഒരു പക്ഷേ പരിഹരിക്കാൻ പറ്റിയേക്കും. ഇപ്പോൾ പഠനത്തിൽ വീഴ്ച വരുത്തിയവൻ തന്നെ കുറച്ച് നേരം ഖേദിച്ചിട്ട് പിന്നെ അവനെ തിരിച്ച് മറിഞ്ഞ് 2 കച്ചവടമൊക്കെ ചെയ്ത് അവനാ നഷ്ടബോധമൊക്കെ തിരുത്താൻ സാധ്യതയുണ്ട്, അള്ളാഹിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ രോഗം വന്നാൽ രോഗം മാറാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ പരലോകത്തുള്ള ഈ വിഷമം അതിന് പരിഹാരമില്ല. അത് അവൻ പിന്നെ അറ്റമില്ലാത്ത കാലത്തോളം അനുഭവിക്കേണ്ടതാണ്. യാ ലൈതനി ഖദ്ദംതു ലി ഹയാത്തി. നോക്കൂ നിങ്ങൾ, മനുഷ്യൻ പറയുന്നത്, ഞാൻ എൻ്റെ ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു വെച്ചിരുന്നെങ്കിൽ. ഇത് ഖുർആനിൽ നിരവധി സ്ഥലങ്ങളിൽ പറയുന്നതാണ്, സമയമില്ലാത്തതുകൊണ്ട് നിരവധി ആയത്തുകൾ പറയുന്നതാണ്. യാ ഹസ്രത അലാ മാ ഫറത്തു ഫി ജംബില്ലാഹ് വ ഇൻ കുൻതു ലമിന സാഖിരീൻ. നിരവധി ആയത്തുകൾ പരലോകത്ത് മനുഷ്യൻ്റെ ഖേദത്തെക്കുറിച്ച് അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ച വാക്ക് വളരെ പ്രധാനമാണ്. ഖദ്ദംതു ലി ഹയാത്തി, എൻ്റെ ജീവിതത്തിന് എന്നാണ് പറയുന്നത്. ലി ഹയാത്തി ഫിൽ ആഖിറ എന്നോ അല്ലെങ്കിൽ ലിൽ ആഖിറ എന്നോ ലി ആഖിറത്തി എന്നോ എന്നൊന്നുമല്ല. എൻ്റെ ആഖിറത്തിന് വേണ്ടി നല്ല പറയുന്നത്, എൻ്റെ ജീവിതത്തിന് വേണ്ടി. അപ്പോൾ ദുനിയാവിൽ കഴിഞ്ഞത് ജീവിതം തന്നെയല്ലേ. എന്തുകൊണ്ട് ആഖിറത്തിന് വേണ്ടി ഞാനൊന്നും ചെയ്തില്ല എന്ന് മനുഷ്യൻ പറയുന്നില്ല? കാരണം പരലോകം കാണുമ്പോൾ, സ്വർഗ്ഗ നരകമൊക്കെ കൺമുന്നിൽ കാണുമ്പോൾ ഇതിന് ദുനിയാവിലെ ജീവിതം ഒരു ജീവിതമേ അല്ല, അതൊരു കളിയും തമാശയും മാത്രമായിട്ട് മനുഷ്യന് തോന്നും. അതുകൊണ്ടാണ് സൂറത്ത് അൻകബൂത്തിൽ പറഞ്ഞത്, വമാ ഹാദിഹിൽ ഹയാത്തു ദുനിയ ഇല്ലാ ലഹ്വുൻ വലഇബ്. ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് കളിയും തമാശയും മാത്രമാണ്. വ ഇന്നൽ ആഖിറത ലഹിയൽ ഹയവാൻ. ആഖിറത്തിലെ ജീവിതമാകുന്നു ജീവിതം. ഇപ്പോൾ ദുനിയാവ് ആഖിറവുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ജീവിതം തന്നെ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് മനുഷ്യൻ പരലോകത്ത് വെച്ച് പറയുന്നതായിട്ട് നിരവധി സ്ഥലത്ത് ഖുർആനിൽ കാണുന്നത്, ദുനിയാവിലെ ജീവിതത്തെക്കുറിച്ച് ഏതാനും നിമിഷങ്ങൾ മാത്രമായിരുന്നു, ഏതാനും കുറഞ്ഞ സമയം മാത്രമായിരുന്നു. അല്ലെ, പലതരത്തിൽ മനുഷ്യൻ സംസാരിക്കുന്നത് കാണും. ഒരു സ്ഥലത്ത് പറയുന്നത്, വയൗമ യുൻഫഖു ഫിസ്സൂരി വനഹ്ശുറുൽ മുജ്രിമീന യൗമഇദിൻ സുർഖ യതഖാഫതൂന ബൈനഹും. അവർ പരസ്പരം പറയും, ഇല്ലബിസ്തും ഇല്ലാ അശ്റ, 10 ദിവസം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ എന്ന് പറയും. വേറെ സ്ഥലത്ത്, വനഹ്നു ആലമു ബിമാ യഖൂലൂൻ ഇദ് യഖൂലു ഔസത്തുഹും ഇല്ലബിസ്തും ഇല്ലാ യൗമ, 1 ദിവസം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ എന്ന് പറയും. അതുപോലെ തന്നെ കഅന്നഹും യൗമ യറൗനഹ ലം യൽബസു ഇല്ലാ അശിയ്യ, ഒരു അസർ സമയം, അസർ മുതൽ മഗ്രിബ് വരെയുള്ള സമയം, ഔ ദുഹാഹ, അല്ലെങ്കിൽ രാവിലെയുള്ള ദുഹാ സമയം, ഏതാനും മണിക്കൂറുകൾ അത്രേ ജീവിച്ചിട്ടുള്ളൂ എന്ന് പറയും. ഇങ്ങനെയൊക്കെ മനുഷ്യൻ്റെ വാക്കുകൾ അല്ലാഹു തആല ഖുർആനിൽ എടുത്ത് പറയുന്നുണ്ട്. ഖാല കം ലബിസ്തും ഫിൽ അർളി അദദ സിനീൻ, എത്ര വർഷം ദുനിയാവിൽ ജീവിച്ചു എന്ന് ചോദിക്കും മഹ്ശറിൽ വെച്ച്. ഖാല കം ലബിസ്തും ഫിൽ അർളി അദദ സിനീൻ ഖാലു ഇല്ല ലബിസ്ന ഇല്ല ഖലീലൻ, അല്ല അല്പകാലം മാത്രമേ ഞങ്ങൾ ജീവിച്ചിട്ടുള്ളൂ എന്ന് മനുഷ്യൻ പറയും. കഅന്നഹ സാഅത്തൻ മിൻ നഹാർ, ഒരു സാഅത്ത് എന്ന് പറഞ്ഞാൽ അറബിയിൽ ഇന്നത്തെ ഒരു മണിക്കൂറല്ല, ഒരു 3/4 മണിക്കൂറോ അതിൽ താഴെ സമയമുണ്ടോ, കുറച്ച് സമയം മാത്രമേ ഞങ്ങൾ ജീവിച്ചിട്ടുള്ളൂ എന്ന് പറയും. അപ്പോൾ ദുനിയാവ് വളരെ നിസ്സാരമായിട്ട് തോന്നും ആഖിറത്തിലെത്തുമ്പോൾ. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ യഥാർത്ഥ ജീവിതത്തിന് വേണ്ടി സമ്പാദിക്കാൻ ശ്രമിക്കുക. അവിടെ പോയിട്ട് ഖേദിക്കുന്നതിന് പകരം നേരത്തെ അതിനു വേണ്ടി ഒരുങ്ങുക. അല്ലെ, ദുനിയാവിൽ എത്ര നമ്മൾ സുഖിച്ചാലും ദുനിയാവിലെ ജീവിതത്തിന് ചില കുറവുകളുണ്ട്. 3 കുറവുകളുണ്ട് ദുനിയാവിന്. ഒന്ന് മുനഗ്ഗസ, ദുനിയാവിലെ ജീവിതം മുനഗ്ഗസത്താണ്. മുനഗ്ഗസത്ത് എന്ന് പറഞ്ഞാൽ സുഖങ്ങൾക്കിടയിൽ കലർപ്പുള്ളത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വളരെ സുഖത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു ശല്യം, ഡിസ്റ്റർബൻസ്, അതിനാണ് തൻഖീസ് എന്ന് പറയാം. ഒരാൾ സുഖത്തോടു കൂടി ഒരു കാര്യം ആസ്വദിക്കുന്നു, അവിടെ പോയിട്ട് അങ്ങനെ ശല്യം ചെയ്യുക. ഇപ്പോൾ ദുനിയാവ് അങ്ങനെയാണ്. അല്ല, ഒരുപാട് സമ്പത്ത് കിട്ടി അപ്പോഴേക്കും രോഗം വന്നിട്ട് ഒന്നും അനുഭവിക്കാൻ പറ്റാതാവുന്നത്, അത് സുഖിക്കാൻ പറ്റാതെ ആവുന്നത്, അനുഭവിക്കാൻ പറ്റാതെ ആവുന്നത്. അതിന് നല്ല സമ്പത്തുണ്ട്, ഒരു മകൻ വഴിവഴിച്ച് പോയി, വാപ്പാൻ്റെ പേര് കളയാൻ വേണ്ടിയിട്ട് ഒരു മകൻ ഉണ്ടായി. അത് ധാരാളം സംഭവിക്കുന്നതാണ്. കാരണം സമ്പത്ത് കൂടുമ്പോൾ മനുഷ്യൻ്റെ സ്വഭാവം മോശമാവും. കല്ല ഇന്നൽ ഇൻസാൻ ലയതുക ഹുസ്തകന, അല്ലേ, സമ്പത്ത് കൂടുമ്പോൾ ധിക്കാരം വരും. അപ്പോൾ പ്രത്യേകിച്ച് സ്വന്തം അധ്വാനിക്കാതെ കിട്ടിയ സമ്പത്താകുമ്പോൾ, മക്കൾക്ക് അധ്വാനിക്കാതെയാണല്ലോ കിട്ടുന്നത് വാപ്പാൻ്റെ സമ്പത്ത്. അപ്പോൾ സമ്പന്നന്മാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണത്, മക്കൾ വഴിവഴിച്ച് പോകുക എന്നുള്ളത്. വളരെ സാധാരണമാണ്. ചില പഠനങ്ങൾ പറയുന്നത് ശരിയാണെന്നറിയില്ല, 3 തലമുറ കഴിയുമ്പോൾ സമ്പത്ത് തീർന്നു പോകുന്നതാണ്. സാധാരണ സമ്പന്നന്മാരുടെയൊക്കെ സമ്പത്ത് 3ാമത്തെ തലമുറയിൽ തീരും. കാരണം വാപ്പാക്ക് വെറുതെ കിട്ടി, വാപ്പ വളരെ സുഖിയനായി ധിക്കാരിയായി ജീവിച്ചു. പിന്നെ മകന് സമ്പത്ത് വെറുതെ കിട്ടുന്നു, ധിക്കാരിയായൊരു വാപ്പയെ കണ്ട് പഠിക്കുകയും ചെയ്യുന്നു, മടിയനും ധിക്കാരിയുമായ വാപ്പാനെ. അപ്പോൾ അവൻ അതിനേക്കാളും വെച്ച് പോകുന്നു. ഇങ്ങനെ 3 തലമുറ കഴിയുമ്പോൾ ഒരുവിധ സമ്പന്നന്മാരുടെയൊക്കെ സമ്പത്ത് തീരുമെന്നാണ് പറയുന്നത്. അല്ലാഹു ആലം. പക്ഷെ അത് വളരെയധികം സംഭവിക്കുന്നൊരു കാര്യമാണ്, കാണുന്നതാണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ പ്രശ്നം, മുനഗ്ഗസത്താണ്. പല കുഴപ്പങ്ങളും കലർന്നിട്ടുള്ളതാണ് ദുനിയാവ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് മുഹദ്ദദത്തുൻ, അതൊരു ഭീഷണിയുള്ളതാണ്. എന്താണ്? ഏത് നിമിഷം അവസാനിക്കാം, അല്ലെ, മരണം ഏത് നിമിഷം വരാം. മുനഗ്ഗസത്താണ്, മുഹദ്ദദത്താണ്. മൂന്നാമത്തേത് ഫാനിയത്തുൻ, നശിച്ചു പോകുന്നതാണ്. ഇനിയിപ്പോൾ പെട്ടെന്ന് നശിച്ചു പോയിട്ടില്ലെങ്കിലും
പെട്ടെന്നൊരു അപകടം വന്ന് മരിച്ചിട്ടില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ മരിച്ചു പോകാനുള്ളതാണ്. അപ്പോൾ ദുനിയാവ് എന്ന് പറയുന്നത് പരലോകവുമായി താരതമ്യം ചെയ്യാൻ പോലും പറ്റാത്തതാണ് എന്ന് നമ്മൾ മറക്കാതിരിക്കുക. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ഫയൗമ ഇദിൻ, ഈ ദിവസം പരലോകത്ത്, ലാ യുഅദ്ദിബു അദാബഹു അഹദ്, അള്ളാഹു ശിക്ഷിക്കുന്നത് പോലെ ഒരാളും ശിക്ഷിക്കുകയില്ല. എന്താണ് ഉദ്ദേശിക്കുന്നത്? പരലോകത്ത് അള്ളാഹ് ശിക്ഷിക്കും നമുക്കറിയാം പാപികളെ. ഇപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടോ പരലോകത്ത് ശിക്ഷിക്കാൻ? ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് പരലോകത്ത് അള്ളാഹു ശിക്ഷിക്കുന്നത് പോലെ ദുനിയാവിൽ ഒരാൾക്ക് ശിക്ഷിക്കാൻ സാധിക്കുകയില്ല. അഥവാ ദുനിയാവിൽ നമ്മൾ കാണുന്ന ശിക്ഷാ രൂപങ്ങളൊക്കെ അതിനേക്കാളൊക്കെ വലുതായിരിക്കും പരലോകത്തുള്ള ശിക്ഷ. ദുനിയാവിൽ നമ്മളിപ്പോൾ പല വാർത്തകളും കേൾക്കാറുണ്ട്. മുമ്പ് നമ്മൾ പറഞ്ഞതാണ്, ഇന്ന ജയിലിൽ ഇങ്ങനെയുള്ള ശിക്ഷയുണ്ട്, അല്ലെങ്കിൽ ഇന്ന കാലത്ത് ഇന്ന യുദ്ധത്തിൽ ഇങ്ങനെയൊക്കെ പീഡിപ്പിച്ചിരുന്നു പിന്നെ യുദ്ധ തടവുകാരെ എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അങ്ങനെ എന്തൊക്കെ കേട്ടിട്ടുണ്ടോ? അങ്ങനെ വല്ലതും ഇനി കേൾക്കുകയാണെങ്കിൽ ചിന്തിക്കുക, അതിനേക്കാളൊക്കെ വലുതായിരിക്കും ആഖിറത്തിലുള്ള ശിക്ഷ എന്ന് പറയുന്നത്. വലാ യൂസിഖു വസാഖഹു അഹദ്, വസാഖ് എന്ന് പറഞ്ഞാൽ കെട്ടിയിടുക. വസഖ യൂസിഖു, അഫൻ ഔസഖ യൂസിഖു, ഔസഖ യൂസിഖു, കെട്ടിയിട്ടു, കെട്ടിയിടൽ വസാഖ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ബന്ധിക്കുന്നത് പോലെ ഒരാൾക്കും ബന്ധിക്കാൻ സാധിക്കുകയില്ല. എന്നാണ് ഒരിക്കലും രക്ഷയില്ല. അല്ലെ, ദുനിയാവിലിപ്പം പല ശിക്ഷകളും അനുഭവിക്കുന്ന ആളുകൾ പല വഴിയിൽ പുറത്തിറങ്ങാറുണ്ട്, ജയിലിൽ പോയിട്ട് ഇറങ്ങാറുണ്ട്, അതുപോലെ തന്നെ ജയിൽ ചാടാറുണ്ട്, അങ്ങനെയൊക്കെയുള്ള പലതും നടക്കാറുണ്ട്. പക്ഷേ ആഖിറത്തിൽ വലാ യൂസിഖു വസാഖഹു അഹദ്, അള്ളാഹു ബന്ധിക്കുന്നത് പോലെ ഒരാൾക്കും ബന്ധിക്കാൻ സാധിക്കുകയില്ല. ഇനി ഈ പാപികളെക്കുറിച്ച് ഇത്രയും പറഞ്ഞതിന് ശേഷം അള്ളാഹു തആല പറയുന്നു, പരലോകത്ത് ഇങ്ങനെ അല്ലാത്ത ആളുകളും ഉണ്ടാകും. ഖേദിക്കുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞു, ദുനിയാവിൽ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ആഖിറത്തിന് വേണ്ടി ഒന്നും സമ്പാദിച്ചിട്ടില്ല എന്നോർത്ത് വിഷമിക്കുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞു. നേരെ വിപരീതം മുമ്പ് നമ്മൾ പറഞ്ഞതാണ്, ഖുർആനിൽ എവിടെ നോക്കിയാലും കാണാവുന്ന ഒരു കാര്യമാണ്. കിതാബൻ മുതശാബിഹൻ മസാനി, ഇതിൽ ഇരട്ടയായിട്ട് പറയുന്ന കിതാബ്. സ്വർഗ്ഗത്തെക്കുറിച്ച് പറഞ്ഞാൽ നരകത്തെക്കുറിച്ച് പറയും, നരകത്തെക്കുറിച്ച് പറഞ്ഞാൽ സ്വർഗ്ഗത്തെക്കുറിച്ച് പറയും. ഇപ്പോൾ ഇവിടെ സ്വർഗ്ഗാവകാശികളെക്കുറിച്ച് പറയുകയാണ്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സംതൃപ്തി അടഞ്ഞ ആത്മാവേ. ഈ ആയത്തും എനിക്ക് തോന്നുന്നത് കുറേ ആളുകൾ തെറ്റിദ്ധരിച്ചുള്ള ഒരു ആയത്താണ്. പലരും വിചാരിക്കുന്നത് മരിക്കുന്ന സമയത്ത് ഈ മരണത്തിൻ്റെ വാർത്തയൊക്കെ എഴുതുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇത് എഴുതും, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന. അറബികളൊക്കെ എഴുതാറുണ്ട്, അതുപോലെ തന്നെ മലയാളത്തിലും എഴുതാറുണ്ട്. ഒരാളുടെ ജീവചരിത്രമൊക്കെ എഴുതുമ്പോൾ അയാൾ അവസാനിപ്പിക്കുമ്പോൾ ഇന്ന ദിവസം മരിച്ചു, അപ്പോൾ ഈ ആയത്ത് എഴുതി വെച്ചിട്ടാണ് ചരിത്രം അവസാനിപ്പിക്കുക, അങ്ങനെ സമാധാനത്തിൽ മരിച്ചുപോയി. പലരും, ചില ആളുകളെങ്കിലും വിചാരിച്ചിട്ടുള്ളത് ദുന്യവിയായിട്ടുള്ള ഒരാളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റി മക്കളൊക്കെ കെട്ടിച്ച് അല്ലെങ്കിൽ സമൂഹത്തിന് കുറേ ഉപകാരങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ജീവിച്ച് സംതൃപ്തിയോടുകൂടി മരിച്ചുപോയി. ഇവിടെ ഉദ്ദേശിക്കുന്നത് മരിക്കുന്ന സമയത്ത് അയാൾ തൃപ്തിയോടുകൂടി മരിക്കും എന്നതല്ല. നേരെ മറിച്ച് ഈ വാക്ക് മരിക്കുന്ന സമയത്ത് പറയും ഒരാളോട്, മരിക്കുന്ന ആളോട് മലക്കുകൾ പറയും, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന. അതിനർത്ഥം മരിക്കുമ്പോൾ അയാളുടെ കുടുംബത്തെക്കുറിച്ചും അയാളുടെ പ്രവൃത്തികളെക്കുറിച്ചൊക്കെ സംതൃപ്തനാണ് എന്നല്ല. നേരെ മറിച്ച് അയാളുടെ ജീവിതത്തിൽ അയാൾ തുമഅനീനത്തുള്ള ആളായിരുന്നു. തുമഅനീനത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ വിപരീതം ഇൻസിആജ് എന്നുള്ള വാക്കാണ്, വെപ്രാളം. അപ്പോൾ ഒരു വെപ്രാളമില്ലാതെ സമാധാനമുള്ള ആളായിരുന്നു. ഇവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ ഖദറിൽ വിശ്വസിക്കുന്ന ആളായിരുന്നു, തൗഹീദിൽ വിശ്വസിക്കുന്ന ആളായിരുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് തുമഅനീനത്തുള്ള ആളായിരുന്നു, സംശയമില്ല. അതാണ് മനസ്സിൻ്റെ ഉറപ്പ്, അതാണ് തുമഅനീനത്ത് എന്ന് പറഞ്ഞാൽ. അല്ലേ, അറബിയിൽ ശരിക്ക് തുമഅനീനത്ത് എന്നുള്ള വാക്ക് ഉപയോഗിക്കുക ഒരു സംശയം ഉണ്ടാകുമ്പോൾ. ഇപ്പോൾ നമുക്ക് നമ്മളെ വേണ്ടപ്പെട്ട ഒരാൾ, അയാൾ പ്രയാസത്തിലാണോ എന്നൊരു സംശയം, അയാൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടോ, അപ്പോൾ നമ്മൾ അയാളെ പറ്റി അന്വേഷിച്ചു, രോഗിയായ ഒരാളെ നമ്മൾ വിളിച്ചു. അപ്പോൾ അവർ അറബികൾ സാധാരണ പ്രയോഗിക്കുന്നതാണ്, എന്തിനാണ് വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഉത്തം ഇനു അലൈക്ക്, നിൻ്റെ കാര്യത്തിൽ തുമഅനീനത്തുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് സംശയമുണ്ട്, ഇവൻ രോഗിയായിട്ട് വേദനയിൽ കഴിയാണോ അതല്ല സുഖമായിട്ടുണ്ടോ. അപ്പോൾ വിളിച്ചപ്പോൾ എന്തായി, സമാധാനമായി, അവൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ അതാണ് തുമഅനീനത്ത് എന്നുള്ള വാക്ക്. അപ്പോൾ ഇതുപോലെ അള്ളാഹുവിനെക്കുറിച്ച് തുമഅനീനത്തുള്ള ആളാണ്. അള്ളാഹു ഉണ്ടോ ഇല്ലേ എന്ന് സംശയമില്ല. അതുപോലെ അള്ളാഹുവിൻ്റെ തൗഹീദിനെക്കുറിച്ച്, അള്ളാഹുവിനെ മാത്രമാണോ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത്, വേറെ ആരെങ്കിലും ഇടയാളനാക്കണോ, അതിനെക്കുറിച്ച് സംശയമില്ല. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഖദറിനെക്കുറിച്ച്, ഖലാഇനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. അതുപോലെ അള്ളാഹുവിൻ്റെ ശരീഅത്തിനെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ ദീനിലൊരു നിയമം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് വേണോ വേണ്ടേ, ഇത് കാലഘട്ടത്തിന് യോജിക്കുമോ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർക്ക് ഇഷ്ടപ്പെടുമോ, ഇങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള വെപ്രാളവുമില്ല. തുമഅനീനത്ത്, മനസ്സിൽ സംതൃപ്തിയുണ്ട് അള്ളാഹുവിനെക്കുറിച്ചും അവൻ്റെ ദീനിനെക്കുറിച്ചും. അങ്ങനെ ജീവിച്ച ഒരാളാണെങ്കിൽ മരിക്കുന്ന സമയത്ത് അവനോട് മലക്കുകൾ ഇങ്ങനെ പറയും, യാ അയ്യത്തുഹൻ അൻ നഫ്സുൽ മുത്മഇന്ന. അഥവാ ഇപ്പോൾ സംതൃപ്തി കിട്ടിയ ആത്മാവേ എന്നല്ല,
സംതൃപ്തിയോടുകൂടി ജീവിച്ചവനായ മനുഷ്യ ആത്മാവേ എന്ന് പറയും. ഈ പറയുന്ന രംഗം അത് മരിക്കുന്ന സമയത്താണോ അതല്ല പരലോകത്ത് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോഴാണോ എന്ന് രണ്ട് അഭിപ്രായമുണ്ട് സലഫുകൾക്ക്. 3 അഭിപ്രായമുണ്ട്. ഈ 2 അഭിപ്രായങ്ങളും അതോടുകൂടി പിന്നെ 2 സന്ദർഭത്തിൽ പറയും എന്നൊരു അഭിപ്രായവും ചില മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്, താബിയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 സന്ദർഭങ്ങളിലും പറഞ്ഞേക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആലോചിച്ച് നോക്കൂ, ഈ 2 ഘട്ടവും, ഒരാൾ മരിക്കുന്ന സന്ദർഭവും ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്ന സന്ദർഭവും വളരെ എന്താ പറയുക, പ്രതിസന്ധി ഘട്ടങ്ങളാണ്. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് മനുഷ്യൻ പേടിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ആ സമയത്ത് ഈ ആശ്വാസവാക്ക് കേട്ടുകൊണ്ടാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ഇതുപോലെ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത് വളരെ സമാധാനം കിട്ടുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിനെന്ത് വേണം? ഈ പറഞ്ഞ തുമാനീനത്ത് ഉണ്ടാക്കിയെടുക്കണം. ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് ഈമാൻ ഉണ്ടായിരിക്കണം, അതുപോലെ അള്ളാഹുവിൻ്റെ ദീന് ശരിയത്ത്, അതിൽ നമുക്ക് യക്കീൻ ഉണ്ടായിരിക്കണം. അങ്ങനെ യക്കീനുള്ള ആത്മാവേ എന്നാണ് ഈ വിളിക്കുന്നത്. ഈ രംഗം മരണസന്ദർഭത്തിൽ സംഭവിക്കും എന്ന് മറ്റൊരു ഹദീസിലും സൂചനയുണ്ട്. നേർക്കുനേരെ അല്ലെങ്കിലും നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ മരിക്കുന്ന രംഗം വിശദീകരിക്കുന്ന ദീർഘമായൊരു ഹദീസിൽ അഹ്മദ് ഉദ്ധരിച്ചിട്ടുള്ള ബറാ ബിൻ ആസിബ് റളിയല്ലാഹുവിൻ്റെ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 തരത്തിലുള്ള മരണത്തെക്കുറിച്ച് വിശദീകരിച്ചു കൊടുത്തു. സൂറത്ത് നാസിയാത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് നല്ല മനുഷ്യനെ കുറിച്ച് പറയുന്നത് മലക്കുകൾ ആ മനുഷ്യനോട് പറയും, ആ മനുഷ്യൻ്റെ ആത്മാവ് പിടികൂടുന്നത് വേദന വളരെ കുറവായിക്കൊണ്ടായിരിക്കും, വളരെ എളുപ്പത്തിലായിരിക്കും. റൂഹ് ഒരു കൂജയിൽ നിന്ന് അല്ലെ മണ്ണിൻ്റെ പാത്രത്തിൽ നിന്ന് വെള്ളം ഒഴിക്കുന്നത് പോലെ എളുപ്പത്തിലായിരിക്കും റൂഹ് പിടിക്കുക എന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം മലക്കുകൾ ആ ആത്മാവിനോട് പറയും, ഉഖ്റുജി ഇലാ റിദ്വാനിൻ മിനല്ലാഹി ഉഖ്റുജി ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാൻ, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്കും പൊരുത്തത്തിലേക്കും തൃപ്തിയിലേക്കും പുറപ്പെട്ടുകൊള്ളുക എന്ന് പറയും എന്ന് പറഞ്ഞിട്ട് അത് തന്നെ ആയിരിക്കാം ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ, നീ നിൻ്റെ റബ്ബിലേക്ക് മടങ്ങിക്കൊള്ളുക. റാദിയതൻ മർദിയ, തൃപ്തിപ്പെട്ടവനും തൃപ്തി കിട്ടിയവനുമായിക്കൊണ്ട്. അല്ല, അള്ളാഹുവിനെ കുറിച്ച് നിനക്ക് തൃപ്തിയാണ്, അള്ളാഹുവിൻ്റെ എല്ലാ വിധികളിലും തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അതുപോലെ മർദിയ, അള്ളാഹുവിന് നിന്നെക്കുറിച്ചും തൃപ്തിയാണ്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ മടങ്ങിക്കൊള്ളുക എന്ന് സന്തോഷവാർത്ത അറിയിക്കും. ഫദ്ഖുലി ഫി ഇബാദി, എൻ്റെ അടിമകളുടെ കൂട്ടത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. വദ്ഖുലി ജന്നതി, എൻ്റെ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. അപ്പോൾ സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ള വലിയൊരു നിഅമത്താണ് അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂടെ ചേരുക എന്നുള്ളത്. ഒരു ആയത്തിൽ സൂറത്തുൽ അൻകബൂത്തിൽ അള്ളാഹു തആല പറഞ്ഞു, വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, ഈമാനും അമലു സ്വാലിഹാത്തുമുള്ള ആളുകൾ ലനുദ്ഖിലന്നഹും ഫിസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ കൂടെ അവരെ നാം ചേർക്കുന്നതാണ്. ആലോചിച്ച് നോക്കൂ, സ്വർഗത്തിൽ സ്വാലിഹീങ്ങളായ ആളുകളാണ് ഉണ്ടാവുക. നബിയും സഹാബത്തും കഴിഞ്ഞുപോയ ഇമാമിയങ്ങളും സ്വാലിഹീങ്ങളായ മറ്റ് ആളുകളും, അങ്ങനെയുള്ള ആളുകളുടെ കൂടെയാണ് സ്വർഗത്തിൽ ഒരാളുണ്ടാവുക. അതുപോലെ തന്നെ അല്ലാഹു തആല പറഞ്ഞു, വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, ആരാണോ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുന്നത് അവൻ അള്ളാഹു അനുഗ്രഹിച്ചവരുടെ കൂടെ ആയിരിക്കും. ആരാണ് അള്ളാഹു അനുഗ്രഹിച്ചവർ? മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ. എത്ര നല്ല കൂട്ടുകാരാണ്, എത്ര നല്ല സഹവാസികളാണ് ഈ പറഞ്ഞ ആളുകൾ, നബിമാർ, സഹാബത്ത്, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് അവിടുന്ന് പറഞ്ഞ വാക്കുകൾ കാണാം. അവസാനം നിമിഷങ്ങളിൽ പറഞ്ഞൊരു വാക്ക്, ഇല റഫീഖിൽ അഅല എന്ന് പറഞ്ഞു. അല്ലെ, ഏറ്റവും ഉന്നതരായ സുഹൃത്തുക്കളുടെ അടുത്തേക്ക്, അഥവാ അള്ളാഹുവിൻ്റെ സാമീപ്യം, അതുപോലെ തന്നെ അവിടെയുള്ള സ്വർഗത്തിലുള്ള അമ്പിയാക്കളും ഔലിയാക്കളും സ്വാലിഹ്യങ്ങളുമായിട്ടുള്ള ആളുകളുടെ അടുത്തേക്ക് ഞാൻ പുറപ്പെടുകയാണ് എന്നർത്ഥം. അതുപോലെ പല സഹാബത്തിൻ്റെയും ചരിത്രത്തിൽ കാണാം, അവർ മരണാസന്നരായി കിടക്കുമ്പോൾ ഈ വാക്കുകൾ പറഞ്ഞതായി. ഗദൻ നൽഖൽ അഹിബ്ബ, നാളെ നമ്മൾ ഇഷ്ടപ്പെട്ട ആളുകളെ നാം കണ്ടുമുട്ടാൻ പോവുകയാണ്. മുഹമ്മദൻ വഹിസ്ബ, മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള മരിച്ചുപോയ സഹാബത്തും എന്നൊക്കെ ചില സഹാബത്ത് പറഞ്ഞത് കാണാം. അപ്പോൾ ഒരു മുഅ്മിൻ്റെ മരണ സന്ദർഭത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. വളരെ സന്തോഷത്തോടു കൂടി അള്ളാഹു തന്നെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത കേട്ടുകൊണ്ട് സമാധാനത്തിലാണ് മരിക്കുന്നത്. ആലോചിച്ച് നോക്കുന്ന ആളുകൾ അല്ലേ, മരിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചാൽ ഭയങ്കര പേടിയാണ് ആളുകൾക്ക്. കാരണം എന്താ? ദുനിയാവിലെല്ലാ സുഖങ്ങളും അവസാനിക്കാൻ പോവുകയാണ്. അവൻ ഇത്രയും കാലം ജീവിച്ചത് ദുനിയാവിന് വേണ്ടിയാണ്, അതൊക്കെ വിട്ടുപോവുകയാണ്. ആ വേദനയും വിഷമവുമായിട്ടാണ് ആളുകൾ ജീവിക്കുന്നത്. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ മരണത്തെക്കുറിച്ച് പേടിച്ചിട്ടാണ് ജീവിതം. എന്നാൽ ഒരു മുഅ്മിനാണെങ്കിലോ, ഒരു മുഅ്മിൻ അവൻ ഓരോ ദിവസവും അവൻ്റെ ആയുസ് കൂടുന്നതനുസരിച്ച്, ഓരോ ദിവസം മുന്നോട്ട് പോകുന്നതനുസരിച്ച് അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പോവുകയാണ്, ഈമാനുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ സ്വാലിഹ്യങ്ങളായ ആളുകളോട് കൂടെ ചേരാൻ പോവുകയാണ്. മരണത്തെക്കുറിച്ച് പേടിയുണ്ടാകും. മരണം
വിഷമമുള്ള കാര്യം തന്നെയാണ്, മുസീബത്താണ്. ഖുർആനിൽ അല്ലാഹു മരണത്തെക്കുറിച്ച് മുസീബത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ അവന് ആശ്വാസമുണ്ടാവും, ആ വിഷമം മറക്കും, സ്വർഗത്തിലേക്കാണ് പുറപ്പെടുന്നത് എന്ന് ആലോചിക്കുമ്പോൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അങ്ങനെ സന്തോഷ വാർത്ത കേട്ടുകൊണ്ട്, മലക്കുകളുടെ ഈ വാക്ക് കേട്ടുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതാണ് സൂറത്തുൽ ഫജ്റിൻ്റെ ചുരുങ്ങിയ രൂപത്തിലുള്ള ആശയം. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നമുക്ക് അടുത്ത സൂറത്ത് വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാം, കിതാബ്, അത് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാനും അമൽ ചെയ്യാനുമുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.